നമസ്കാരം. കരുവന്നൂർ സഹകരണ ബാങ്കിൽ CPM-ന് 5 രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്ന് ED. ഈ അക്കൗണ്ടുകളിലൂടെ ഉള്ള പണത്തിന്റെ വിവരം ED RBIക്ക് കൈമാറി. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ധനകാര്യ മന്ത്രാലയത്തിനും വിവരം കൈമാറിയിട്ടുണ്ട്. ജില്ലാ സെക്രട്ടറി MM വർഗീസിന് ബുധനാഴ്ച ഹാജരാകാൻ ED നോട്ടീസ് നൽകി. ED-യെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയാൽ പോരാടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. CPM-ന് പേടിയില്ലെന്ന് MV ഗോവിന്ദൻ പ്രതികരിച്ചു. ഇന്നത്തെ ചർച്ച കേരളത്തിലും ED വരുന്നോ എന്നുള്ളതാണ്. ഡൽഹി മോഡൽ നീക്കത്തിന് ED ഇറങ്ങുന്നോ? തെരഞ്ഞെടുപ്പ് കാലത്ത് നേതാക്കൾ ജയിലിലാകുമോ? കോൺഗ്രസ് ED-യെ പിന്തുണയ്ക്കുമോ? ഈ ചർച്ചയിൽ ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസ്, ശ്രീ KS അരുൺകുമാർ CPM, ശ്രീ VP ശ്രീപത്മനാഭൻ BJP എന്നിവർ വളരെ ചെറിയ ഒരു ഇടവേള അതിനുശേഷം ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ KS അരുൺകുമാർ, കരുവന്നൂർ സഹകരണ ബാങ്കിൽ CPM-ന് 5 അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയല്ലേ? സാധാരണ നിലയിൽ സൊസൈറ്റിയിൽ അംഗത്വമുള്ളവരാണ് ആ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവരായി മാറുക. ഇവിടെ CPM-ന് 5 അക്കൗണ്ട്. ഈ തൃശ്ശൂർ ജില്ലയിലെ 17 ഏരിയ കമ്മിറ്റികളുടേതായി 25 അക്കൗണ്ടുകൾ ആകെ സഹകരണ ബാങ്കുകളിലായി ഉണ്ട് എന്നുള്ളതും വസ്തുതയല്ലേ? ഈ വിവരങ്ങൾ, ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിയമപരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കേണ്ടതാണ്. എല്ലാ അക്കൗണ്ടുകളുടെയും വിവരങ്ങൾ അറിയിക്കണമെന്നാണ്. അങ്ങനെ അറിയിച്ചിട്ടില്ല എന്നുള്ളതും വസ്തുതയല്ലേ? ഇങ്ങനെയൊക്കെ ഇരിക്കെ ഈ സംവിധാനത്തിൽ ഒരു ED പരിശോധന നടത്തുക എന്നുള്ളത് സ്വാഭാവികമല്ലേ? അത് പ്രതിപക്ഷ വേട്ടയാവുന്നത് എങ്ങനെയാണ്? ഇവിടെ CPM അതിന്റെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി ഓഡിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ നിക്ഷേപിക്കുക, അത് കൃത്യമായിട്ട് പാൻ കാർഡുമായിട്ട് എല്ലാ ബാങ്ക് അക്കൗണ്ടുകളെയും ലിങ്ക് ചെയ്യിക്കുക, അതുപോലെ തന്നെ ആദായ നികുതി റിട്ടേൺ സമയത്ത് തന്നെ കൃത്യമായി അടയ്ക്കുക എന്ന കാര്യത്തിലെല്ലാം വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്ന പാർട്ടി തന്നെയാണ്. അതോടൊപ്പം തന്നെ സെക്ഷൻ 29C പ്രകാരം എല്ലാ തരത്തിലുള്ള വരവ് ചെലവ് കണക്കുകളും ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുകയും അത് വെബ്സൈറ്റിലൂടെ പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ 24A പ്രകാരം എക്സംഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിരിക്കുന്ന വരവ് ചെലവ് കണക്കുകളുടെ കോപ്പി കൃത്യമായി ആദായ നികുതി വകുപ്പിനും കൊടുക്കുന്നുണ്ട്. കൃത്യമായി ഞങ്ങളുടെ പാൻ കാർഡ് പരിശോധിച്ചാൽ CPM-ന്റെ മുഴുവൻ അക്കൗണ്ടും അതിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏത് അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പിന് കൊടുത്ത റിട്ടേൺ പരിശോധിച്ചാൽ ആ പാൻ കാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതൊക്കെ അക്കൗണ്ടാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഈ കാര്യത്തിലെല്ലാം വളരെ സുതാര്യമായി അടുക്കും ചിട്ടയായി ഇടപെടുന്ന പാർട്ടി. അതുകൊണ്ട് CPM-ന്റെ പാൻ കാർഡ് പരിശോധിച്ചാൽ ലിങ്ക്ഡ് ആണോ താങ്കൾ പറയുന്നത് പോലെ? അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത കണക്കിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് കൊടുത്ത ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ടിലും ഈ കണക്ക് വരേണ്ടതാണ്. ഈ അക്കൗണ്ടുകളിലൂടെ ഉള്ള ട്രാൻസാക്ഷൻസിന്റെ വിവരങ്ങൾ ഉണ്ടാകേണ്ടതാണ്. CPM-ന്റേതായിട്ടുള്ള കണക്കുകൾ, CPM-ന്റേതായിട്ടുള്ള അക്കൗണ്ടുകൾ എല്ലാം ലിങ്ക്ഡ് ആണ്. ഞങ്ങളുടെ പാൻ കാർഡ് പരിശോധിച്ചാൽ ഏതൊക്കെ അക്കൗണ്ടുകളാണ് CPM-നുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ അക്കൗണ്ടുകളെല്ലാം ലിങ്ക്ഡ് ആണ്. അതിൽ യാതൊരു തരത്തിലുള്ള കുറവുമില്ല. കൃത്യമായി അത് ലിങ്ക് ചെയ്ത് ഓരോ വർഷവും വരവ് ചെലവ് കണക്ക് ആ പ്രിസ്ക്രൈബ്ഡ് പീരീഡിനുള്ളിൽ തന്നെ കൊടുക്കുകയും അതിന്റെ കോപ്പി ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ ടാക്സ് എക്സെഷനു വേണ്ടി ആദായ നികുതി വകുപ്പിനും കൊടുക്കുന്ന പാർട്ടിയാണ് CPM. അതിൽ യാതൊരുവിധ കുറവും വന്നിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാൻ കാർഡ് നോക്കിയാൽ പാൻ കാർഡിൽ കൃത്യമായി ഞങ്ങളുടെ അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്തത് വ്യക്തമാകും. അല്ല, പാൻ കാർഡ് വഴി അല്ലെങ്കിൽ പാൻ നമ്പർ കൊടുത്തിട്ടുള്ള ട്രാൻസാക്ഷന്റെ വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, ഷെരൺകുമാർ, ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുവന്നൂർ ബാങ്കിൽ പരിശോധന നടത്തുമ്പോഴാണ് അവിടെ CPM-ന് 5 അക്കൗണ്ട് ഉള്ളതായി കണ്ടെത്തുന്നത്. ആ അക്കൗണ്ട് മുഖേന പാർട്ടി സ്വത്തുക്കൾ, അതായത് പാർട്ടി ഓഫീസുകൾ മുതലായവ വാങ്ങാൻ വേണ്ടി ആ പണം ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിന്? പാർട്ടി പിരിക്കുന്ന ലെവി അടക്കം ഈ അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് വസ്തുതയാണ്. നമുക്കറിയാം, സഹകരണ ബാങ്കുകളെ സംബന്ധിച്ച് പാൻ ഉൾപ്പെടുന്ന ട്രാൻസാക്ഷൻ ഇല്ലാതിരുന്ന കാലമുണ്ട്. അപ്പോൾ ഈ അക്കൗണ്ടുകൾ വഴി പാർട്ടിയുടെ ഇടപെടലുകൾ അല്ലെങ്കിൽ ഇടപാടുകൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ വിവരം കൊടുക്കാത്തത് കൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ED ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതുപോലെ തന്നെ ആദായ നികുതി വകുപ്പിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്, RBI-യുടെയും. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ED എന്താണ് കണ്ടെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ED ഏത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അക്കൗണ്ട് ഉണ്ട് എന്ന് ഇന്ന് രാവിലെ മുതൽ പത്രവാർത്തകൾ വരുന്നത് എന്നത് വ്യക്തമല്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ അക്കൗണ്ടുകളെല്ലാം പാൻ കാർഡുമായിട്ട് ലിങ്ക്ഡ് ആണ്. ആദായ നികുതി കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട്. അതിന്റെ രേഖ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കുന്നുണ്ട്, IT ഡിപ്പാർട്ട്മെന്റിനും കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇത്തരത്തിൽ പാൻ കാർഡുമായി ലിങ്ക് ചെയ്യാത്ത അക്കൗണ്ടുകൾ CPM ഹോൾഡ് ചെയ്യുന്നില്ല. മറ്റേത് തരത്തിലാണ് ED അന്വേഷണം കൊണ്ടുപോകുന്നത്, എന്ത് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ED ഇത്തരത്തിൽ ഒരു നീക്കം നടത്തുന്നത് എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ആധികാരികമായിട്ടുള്ള ഞങ്ങൾ ഈ കാര്യത്തിൽ 100% സുതാര്യമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. CPM-ന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറിയെ വരുന്ന ബുധനാഴ്ച പലതവണ വിളിച്ചിട്ടുണ്ടല്ലോ. MM വർഗീസ് മാത്രമല്ല, മറ്റ് AC മൊയ്തീൻ അടക്കമുള്ള ആളുകൾ ചോദ്യം ചെയ്യലിന് വരുന്ന ദിവസങ്ങൾ നമ്മൾ ഡൽഹിയിലൊക്കെ ചില കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ശ്രീ അരുൺ. വരുന്ന ദിവസങ്ങൾ ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയെ ചോദ്യം ചെയ്യലിനെ വിളിച്ചാൽ അത് ചോദ്യം ചെയ്യൽ മാത്രമായിരിക്കോ, അത് കടന്ന് ബാക്കി എന്തെങ്കിലും ഉണ്ടാവുമോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കാണാനിരിക്കുകയാണ്.
അതെ, ഇപ്പൊ 30 വർഷം മുമ്പുള്ള കോൺഗ്രസിന്റെ അക്കൗണ്ട്, അതായത് 1993-94 ശ്രീ സീതാറാം കേസരി ട്രഷറർ ആയിരിക്കുമ്പോൾ ആ സമയത്ത് അക്കൗണ്ടിൽ വന്ന പണം അത് കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് 30 വർഷം മുമ്പുള്ളത് വരെ പൊടി തട്ടിയെടുത്തത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന മാർച്ച് ഏപ്രിൽ മാസത്തിലാണ്. അതുപോലെ 2016 മുതൽ കോൺഗ്രസിന്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്ന സാഹചര്യം ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലില്ല. അത്തരത്തിൽ ED ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള അന്വേഷണം പ്രതിപക്ഷ കക്ഷികൾക്ക് TMCക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, CPIക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് അവരുടെ പാൻ കാർഡ് പഴയത് ആണ് ലിങ്ക് ചെയ്തിരിക്കുന്നത് എന്ന രൂപത്തിലാണ്. അപ്പൊ പല രൂപത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് വരട്ടെ, വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് പ്രതികരിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഏറ്റവും സുതാര്യമായി CPM ഹോൾഡ് ചെയ്യുന്ന അക്കൗണ്ടുകളെ കുറിച്ച് പറയാനുള്ളത്. ശരി, ശ്രീ VP ശ്രീപത്മനാഭൻ, ED കേരളത്തിൽ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വരികയാണോ? ഡൽഹി മോഡലിൽ. ഡൽഹിയിൽ ഇപ്പോ 2 മന്ത്രിമാരെ കൂടി കേസിൽ പെടുത്തുന്ന സാഹചര്യം ചൂണ്ടിക്കാണിക്കുന്നു. ഡൽഹി മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി സത്യേന്ദ്ര ജെയിനൊക്കെ ജയിലിലാണ്. ഇനിയിപ്പോൾ അതിഷിയും സൗരവ് ജെയിനും കൂടി ജയിലിൽ പോയി കഴിഞ്ഞാൽ ഒരു മന്ത്രിസഭയാകെ ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടാവുന്ന അവസ്ഥ നമ്മൾ കാണും ഒരു ഇലക്ഷൻ കാലത്ത്. ഇന്നലെ പ്രതിപക്ഷ കക്ഷികൾ വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് തന്നെ ഈ ഇലക്ഷൻ കാലത്ത് അന്വേഷണ ഏജൻസികളെ അവർക്ക് നേരെ അഴിച്ചുവിടരുത് എന്നുള്ളതാണ്. അപ്പോൾ ഡൽഹി കഴിഞ്ഞ് അടുത്തത് കേരളം എന്നുള്ളതാണോ? അങ്ങനെയല്ല. രാജ്യത്ത് എവിടെയൊക്കെ അഴിമതി നടക്കുന്നുണ്ടോ, എവിടെയൊക്കെ അഴിമതിയിലൂടെ ലഭിച്ച പണം അത് മണി ലോണ്ടറിങ് നടത്തി വെളുപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ടോ അവിടെയൊക്കെ ED വരും. അതൊരു സംശയമില്ല. അതാരായാലും. അരവിന്ദ് കെജ്രിവാൾ ഇന്ന് തിഹാർ ജയിലിലേക്ക് പോയല്ലോ, ജാമ്യമൊന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ചേർന്ന് 338 കോടി രൂപയുടെ അഴിമതിയാണ് ഡൽഹിയിൽ നടത്തിയത്. അതിൽ 100 കോടി രൂപ കൈമാറിയിട്ടുണ്ട്. ഇന്നലെയോ മിനിയാന്നൊക്കെ ആയിട്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത സമയത്ത് അദ്ദേഹം EDക്ക് മൊഴി കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ വിജയൻ നായർ എന്ന് പറയുന്ന ഈ കൈക്കൂലി നൽകുന്ന അയാളുമായി ഞാനല്ല സംസാരിക്കാറ്, ആതിഷിയാണ് സംസാരിക്കാറ്. അത് ഇന്ന് ED കോടതിയിൽ പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം മൊഴി തന്നിരിക്കുന്നതെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആതിഷിയെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ആതിഷിക്ക് ഇതിൽ പങ്കുണ്ടെങ്കിൽ ഡൽഹി ഹൈക്കോടതി ചോദിച്ചതാണല്ലോ ഈ ആം ആദ്മി പാർട്ടി എന്താ പ്രതിയാവാത്തതെന്ന്. ആം ആദ്മി പാർട്ടിയാണ് സത്യത്തിൽ ഒന്നാം പ്രതി. ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും ചേർന്ന് ഗൂഢാലോചന നടത്തി മോണോപ്പൊളൈസ് ചെയ്തു എന്നാണ് മനീഷ് സിസോഡിയുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് പാസാക്കിയ ഉത്തരവിൽ ഡൽഹി ഹൈക്കോടതി പറഞ്ഞത്. അപ്പോൾ ആം ആദ്മി പാർട്ടിയിലെ ഒരുപാട് ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട്. അവരൊക്കെ ചിലപ്പോൾ അറസ്റ്റിലാവാനും ജയിലിൽ പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ അതിൻ്റെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കേരളത്തിലും വലിയ സമാനമായ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. കരുവന്നൂരിൽ അഴിമതി നടന്നിട്ടില്ല അല്ലെങ്കിൽ തട്ടിപ്പ് നടന്നിട്ടില്ല എന്ന് ഈ കേരളത്തിൽ സാമാന്യ ബുദ്ധിയും വിവരമുള്ള ആരും പറയില്ല. വലിയ തോതിലുള്ള തട്ടിപ്പും അഴിമതിയും കരുവന്നൂർ നടന്നിട്ടുണ്ട്. 1,600 കോടി രൂപയുടെ നിക്ഷേപമാണ് അത് വെച്ചിട്ടാണ് കളിച്ചത്. പലർക്കും പൈസ കിട്ടാത്ത പ്രശ്നമുണ്ടായിട്ടുണ്ട്. പലരും പൈസ കിട്ടാതെ ചികിത്സിക്കാൻ സാധിക്കാതെ മരണമടഞ്ഞിട്ടുണ്ട്. ആ പൈസ പലരുടെയും അക്കൗണ്ടിലൂടെ കൈമാറപ്പെട്ടിട്ടുണ്ട്. അവിടെ വലിയ സാമ്പത്തികമായ കുറ്റകൃത്യം നടന്നിട്ടുണ്ട്. അത് ലോക്കൽ പോലീസ് അന്വേഷിച്ചു, ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ED വന്നു, ചിലരെ അറസ്റ്റ് ചെയ്തു, ചിലരെ അക്കൗണ്ട് എൻ്റർ ചെയ്യുന്നത് ഇപ്പോഴല്ല, എത്ര നാളായി എന്നുള്ളത് നമുക്കറിയാം. ഈ പല ആളുകളും ചോദ്യം ചെയ്യലിന് വിധേയരായിട്ടുള്ള ആളുകളുമാണ്. അടുത്ത ദിവസം ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്ന, വീണ്ടും ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്ന CPMന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി അടക്കം മുമ്പ് ചോദ്യം ചെയ്യലിന് വിധേയമായിട്ടുള്ള ആളുകളാണ്. അക്കാര്യത്തിലൊക്കെ എല്ലാ പരിശോധനയും ഏജൻസികൾക്ക് നടത്താം, അതൊന്നും തെറ്റാണെന്ന് ആരും പറയില്ല. പക്ഷേ ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഇലക്ഷന്റെ പ്രവർത്തനം നടക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അധികം ജയസാധ്യത നിങ്ങൾ കൽപ്പിക്കുന്ന ഒരു മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെ അറസ്റ്റിലാക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് അഭ്യൂഹങ്ങളോ അതല്ലെങ്കിൽ ഉപശാല വർത്തമാനങ്ങളോ ഒക്കെ. AC മൊയ്തീൻ അറസ്റ്റിലാകാൻ പോകുന്നു തുടങ്ങിയ വർത്തമാനങ്ങളൊക്കെയാണ് തൃശ്ശൂരും മറ്റുമൊക്കെ ഉള്ളത്. അപ്പോൾ ആ തരത്തിൽ ഇലക്ഷന്റെ സമയത്ത് ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടാവുന്നതാണ് പ്രശ്നം. 2 മാസം കഴിഞ്ഞാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നടത്താനും ചോദ്യം ചെയ്യാനോ ഒന്നും തടസ്സമൊന്നുമില്ലല്ലോ. അല്ല, ഇത് വൈറ്റ് കോളർ ഒഫൻസ് അല്ല. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇന്ന് സോളിസിറ്റർ ജനറൽ പറഞ്ഞു കോൺഗ്രസ് പാർട്ടിക്കെതിരെയുള്ള ഇൻകം ടാക്സിൻ്റെ നടപടികൾ ഈ ഇലക്ഷൻ പ്രമാണിച്ച് നിർത്തിവെക്കുന്നുവെന്ന്. അതിൽ തെറ്റില്ല, കാരണം അതൊരു വൈറ്റ് കോളർ ഒഫൻസാണ്. അത് കുറ്റം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു വൈറ്റ് കോളർ ഒഫൻസാണ്, ഫൈന് വിളിച്ച് തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഇവിടെ അതല്ല, ഇത് ക്രിമിനൽ കുറ്റമാണ്, അറസ്റ്റ് ചെയ്തേ പറ്റൂ.
അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ ക്രിമിനൽ കുറ്റത്തിന് തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. അതൊന്നും സാധ്യമല്ല. അങ്ങനെ ഒരു സംവിധാനവും ഈ രാജ്യത്തില്ല, അങ്ങനെ ഒരു നിയന്ത്രണവും ഈ രാജ്യത്തില്ല. ഒരു വൈറ്റ് കോളർ ഒഫൻസിന് കിട്ടുന്ന ഒരു ആനുകൂല്യവും ഒരു പക്ക ക്രിമിനൽ കുറ്റത്തിന് കിട്ടില്ല. അതുകൊണ്ട് അന്വേഷണം ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് മണി ലോണ്ടറിങ് നടത്തിയ ആൾക്കാർ, ഇതുപോലെ തന്നെ വിദേശത്തു നിന്നും പണം അനധികൃതമായി ഇന്ത്യയിൽ എത്തിച്ച ആൾക്കാർ, ഇവർക്കൊക്കെ എതിരെ നടപടി ഉണ്ടാവും. അത് തെരഞ്ഞെടുപ്പ് ദിവസവും വേണമെങ്കിൽ ഉണ്ടാവും. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ആരും പ്രതീക്ഷിക്കേണ്ട. ശ്രീ ജിൻഡോ ജോൺ, ഇന്നലെയാണ് ഡൽഹിയിൽ രാംലീല മൈതാനത്ത് ലോക്തന്ത്ര ബച്ചാവോ റാലി നടന്നത്. കോൺഗ്രസിന്റെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ പങ്കെടുത്ത ഗംഭീര റാലി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അന്വേഷണ ഏജൻസികളെ സർക്കാരിന്റെ താല്പര്യാർത്ഥം പ്രതിപക്ഷ പാർട്ടികളുടെ നേരെ പ്രയോഗിക്കരുത് എന്നുള്ളതാണ്. മറ്റൊരാവശ്യം പ്രതിപക്ഷ പാർട്ടികളുടെ ഫണ്ടിന് മുകളിൽ കൈവയ്ക്കരുത് എന്നാണ്. അപ്പോൾ അതാണ് ഈ കാര്യത്തിലെ ദേശീയ കാഴ്ചപ്പാട് എന്നിരിക്കെ നിങ്ങളുടെ ഇന്ത്യ സഖ്യത്തിലെ ഇന്നലെ റാലി നടത്തിയ 28 പാർട്ടികളിൽ ഒന്നായ CPM-ന് നേരെ ED വരുമ്പോൾ ഡൽഹിയിൽ ഇന്നലെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉയർത്തിയ അതേ ഒബ്ജക്ഷൻ കേരളത്തിൽ കോൺഗ്രസ് ഉയർത്തേണ്ടേ സ്വാഭാവികമായി? അഭിലാഷ്, അക്കാര്യത്തിലൊരു ക്ലാരിറ്റിയുടെ ഒരു ആവശ്യമുണ്ട്. ഒന്ന്, ഡൽഹിയിൽ നടന്ന സമരം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അരവിന്ദ് കെജ്രിവാളിനെതിരെ തിടുക്കപ്പെട്ട നടപടിയെടുത്തതുമായി ബന്ധപ്പെട്ട് ആ ഒറ്റപ്പെട്ട സംഭവത്തെ മാത്രം ആശ്രയിച്ചിട്ടുള്ള സമരമല്ല. നിരന്തരമായിട്ട് പ്രതിപക്ഷ മുന്നണിയിൽ നിൽക്കുന്ന പാർട്ടികൾ നിരന്തരം ഇന്ത്യൻ ജനാധിപത്യത്തിൽ പ്രതിപക്ഷ ശബ്ദങ്ങളെ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ED പോലുള്ള അന്വേഷണ ഏജൻസികളെ BJP വല്ലാത്ത രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള ആക്ഷേപത്തിൻ്റെ പിൻബലത്തിൽ തന്നെയാണ് ആ സമരം നടന്നത്. ഇവിടെ കരുവന്നൂരുമായിട്ട് അതിനെ കൂട്ടിക്കെട്ടുമ്പോഴുള്ള പ്രശ്നം, കരുവന്നൂരിൽ EDയുടെ അന്വേഷണം തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. പക്ഷേ ഇപ്പോൾ തിടുക്കപ്പെട്ട് ED നടത്തുന്ന ഈ നടപടികളിലൊക്കെ ഇപ്പോൾ ED പറഞ്ഞിട്ടുള്ള CPM-ന് 5 അക്കൗണ്ട് ഉണ്ട് എന്നൊക്കെ ED പറയുന്ന അറിവുകളെ നമ്മൾക്കും ഉള്ളൂ. അതിനപ്പുറത്തൊരു വിശദമായിട്ടുള്ള ഒഫീഷ്യൽ ഡാറ്റ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടില്ല. പറഞ്ഞു കേൾക്കുന്നു, ED പറയുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ അതിനേക്കാൾ അപ്പുറം ഈ CPM-ന് 5 സ്വകാര്യ അക്കൗണ്ട് അല്ലെങ്കിൽ വെളിപ്പെടുത്താത്ത അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷേപമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പിൽ അത്തരം അക്കൗണ്ടിന്റെ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്, അതിലൂടെ വന്നിട്ടുള്ള പണത്തിന്റെ സ്രോതസ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നുള്ളതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റു സംവിധാനങ്ങളും നിയമ സംവിധാനങ്ങളാണ് അവിടെ പരിഹരിക്കേണ്ടതും അതിൽ ഇടപെടേണ്ടതും. അത് ഒന്ന്. രണ്ടാമത്തെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, കരുവന്നൂർ എന്ന് പറഞ്ഞ പേര് കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ ഇത്രത്തോളം ചർച്ച ചെയ്യാനുള്ള കാരണം അവിടെ സാധാരണപ്പെട്ട സഖാക്കന്മാരെ, സഹകാരികളെ 10-40 വർഷക്കാലം CPM-നോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ആളുകളുടെ അധ്വാനത്തിന്റെ ഫലം അവിടുത്തെ സഖാക്കന്മാരുടെ നേതൃത്വത്തിൽ കൊള്ളയടിക്കപ്പെട്ടു. അതാണ് നമ്മുടെ വിഷയം. ആ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ EDയുടെ നടപടി എവിടം വരെ എത്തി, അല്ലെങ്കിൽ മറ്റ് അന്വേഷണ ഏജൻസികൾ എത്രത്തോളം നടപടികൾ സ്വീകരിച്ചു, അതിൽ യഥാർത്ഥ കുറ്റക്കാരായിട്ടുള്ള ആളുകൾ എത്രത്തോളം അറസ്റ്റ് ചെയ്യപ്പെട്ടു, നിയമ നടപടികൾ എത്രത്തോളം സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതൊക്കെയാണ് കേരളത്തിന് അറിയാൻ കൂടുതൽ താല്പര്യമുള്ള വിഷയം. ഇവിടെ CPM-ന് 5 രഹസ്യ അക്കൗണ്ടുകളുണ്ട്, അതിലൂടെ അവർ പണം കൈകാര്യം ചെയ്തു എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. അതൊരു പ്രധാന വിഷയമാണെങ്കിൽ തന്നെ അതൊരു രണ്ടാമത്തെ വിഷയമാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയം 3 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന തൃശ്ശൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് CPM-ഉം ഇടതുപക്ഷവും വലിയ രീതിയിൽ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ LDF-ന്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വാളായിട്ട് മാത്രമേ ഈ ED അന്വേഷണത്തെ കാണാൻ പറ്റൂ. കാരണം BJP-യുമായി ബന്ധപ്പെട്ട് CPM നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒത്താശയിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അവരൊരു സെറ്റിൽമെന്റ് രാഷ്ട്രീയത്തിലേക്ക് പോകാനുള്ള വഴി തുറന്നിടുകയാണോ EDയുടെ ഇപ്പോഴത്തെ നടപടി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഉണ്ടാകുന്ന അനുഭവം അല്ല ഇവിടെ എന്ന് പറയാൻ. ഇപ്പൊ ഇന്നലെ നിങ്ങളുടെ റാലിയിൽ 2 കസേരകൾ ഒഴിച്ചിട്ടിരുന്നു. രണ്ടും ED അറസ്റ്റ് ചെയ്ത 2 പേർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒന്ന് ഹേമന്ത് സോറിന് വേണ്ടിയിട്ടുള്ള കസേര, മറ്റത് അരവിന്ദ് കെജ്രിവാളിന് വേണ്ടിയിട്ടുള്ള കസേര. ഈ 2 കേസുകളും വളരെ കാലം മുമ്പ് അന്വേഷണം തുടങ്ങിയതാണ്. ഡൽഹി മദ്യനയ അഴിമതിയൊക്കെ ED പരിശോധന തുടങ്ങിയിട്ട് 2 കൊല്ലത്തോളമായി. 1 കൊല്ലം മുമ്പാണ് അവിടുത്തെ മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്യുന്നത്. കരുവന്നൂർ കേസ് പോലെ മുമ്പേ അന്വേഷണം തുടങ്ങിയ കേസാണ്. അപ്പോൾ ആ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ നിലയ്ക്ക് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡായി പ്രതിപക്ഷത്തിന് നേരെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കരുത് എന്നൊരു നിലപാടെടുക്കുക, അതിനുശേഷം അത് കേരളത്തിലാണെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുക എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല.
അഭിലാഷ്, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. കേരളത്തിലാണെങ്കിലും അങ്ങനെ ഉപയോഗിക്കാം എന്ന് ഞങ്ങൾ പറയുന്നില്ല, അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. കേരളത്തിൽ വരുമ്പോൾ ഇ ഡിക്ക് മറ്റൊരു നയമാണ്. ഇ ഡി ബി ജെ പിയുടെ വേട്ടനായ്ക്കളാണെന്നൊക്കെയുള്ള ആക്ഷേപം നിലനിൽക്കുമ്പോൾ തന്നെ ഇ ഡിയുടെ അല്ലെങ്കിൽ IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ CBIയുടെ ഒക്കെ നിലപാടുകളും അവരുടെ അന്വേഷണ രീതികളും വ്യത്യസ്തമാണല്ലോ. മറ്റു പല സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, 2022 പരാതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം എപ്പോഴാണ്? ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം. ഹേമന്ത് സോറൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നപ്പോഴാണ്? ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ്. ഇങ്ങനെ പല നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അവർക്കെതിരെ ചുമത്തപ്പെടുന്ന കുറ്റം എന്താ? അരവിന്ദ് കെജ്രിവാൾ തന്നെ ഇ ഡി നോട്ടീസിന് മറുപടി കൊടുക്കുന്നില്ല, ഹാജരാകുന്നില്ല എന്നുള്ളതൊക്കെയാണ് ഉന്നയിക്കുന്ന ആക്ഷേപം. എങ്കിൽ തോമസ് ഐസക് എന്ന് പറഞ്ഞ കേരളത്തിന്റെ മുൻ ധനകാര്യമന്ത്രി എത്രയോ വട്ടം ഹൈക്കോടതി പോലും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഹാജരായിക്കോ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യില്ലെന്ന്. എന്നിട്ടും എന്തുകൊണ്ട് ഹാജരാകാതിരിക്കുന്നു? എന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹത്തിലേക്ക് അത്തരത്തിലൊരു അരവിന്ദ് കെജ്രിവാളിനെ അരവിന്ദ് കെജ്രിവാളിന് സെർവ് ചെയ്ത അത്രയും നോട്ടീസ് തോമസ് ഐസക്കിന് സെർവ് ചെയ്തിട്ടില്ല. ഇന്ന് ഹൈക്കോടതിയിൽ ആ കേസാണ്. ഇലക്ഷൻ കഴിയുന്നത് വരെ ഈ നടപടികൾ നിർത്തിവെക്കാൻ പറ്റില്ല എന്ന് ഹൈക്കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോട് ചോദിക്കുന്നു. അങ്ങനെ പറ്റില്ല എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു. ആ വിഷയം ഓൺ ഗോയിങ് ആണ്. അതല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ഐസക്കിനെതിരെ മസാല ബോണ്ട് വിഷയത്തിൽ ഒരു ED നടപടി ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. ആ പ്രോസസ് ഓൺ ഗോയിങ് ആണ്. ഇന്ന് ഹൈക്കോടതിയിൽ അന്വേഷണ ഏജൻസി പറഞ്ഞത് ഇലക്ഷൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് നിർത്തിവെക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ എനിക്ക് അറിയേണ്ടത് ഒറ്റ കാര്യമുള്ളൂ ജിൻഡോ ജോൺ. ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തതിൽ, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് നിങ്ങൾ 28 പാർട്ടികൾ ഡൽഹിയിൽ റാലി നടത്തി പ്രതിഷേധിച്ചു. ഇവിടെ ആരെയെങ്കിലും അറസ്റ്റ് ചെയ്താൽ, തോമസ് ഐസക്കിനെ അറസ്റ്റ് ചെയ്താൽ, MM വർഗീസിനെ അറസ്റ്റ് ചെയ്താൽ, AC മൊയ്തീനെ അറസ്റ്റ് ചെയ്താൽ, സമാനമായ വിധത്തിൽ ഇന്ത്യ മുന്നണി എന്നുള്ള നിലയിൽ കോൺഗ്രസും ഒരു റാലി നടത്താൻ, CPM-നൊപ്പം റാലി നടത്താൻ പ്രതിഷേധിക്കാൻ ഉണ്ടാകുമോ? അതോ നന്നായി പോയി എന്ന് പറയുമോ? അല്ല, എങ്ങനെയാ അഭിലാഷ് അതിന് സാധിക്കുക? ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് ഇന്ത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന ഒരു കോമൺ കോസിൽ വരുന്നല്ലോ കരുവന്നൂരിലെ സാധാരണപ്പെട്ട സഹാക്കന്മാരെ കൊള്ളയടിക്കുന്ന വിഷയം. ഇവിടെ BJP അല്ലെങ്കിൽ ED അല്ലെങ്കിൽ IT ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എടുക്കുന്ന നിലപാട് എന്താ? ഇത്രയും കാലങ്ങളായിട്ട് അന്വേഷണത്തിൽ താല്പര്യം കാണിക്കാതെ മൂടി വെച്ചുകൊണ്ട് മുന്നോട്ട് പോയൊരു വിഷയത്തിൽ ഇപ്പോൾ തിടുക്കപ്പെട്ട് നടപടിയെടുത്തുകൊണ്ട് അവിടെ അരവിന്ദ് കെജ്രിവാളിന് കിട്ടിയ ഒരു സഹതാപ തരംഗം അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് സൃഷ്ടിക്കപ്പെട്ടതുപോലെ ഇവിടെ പിണറായി വിജയന് അനുകൂലമായിട്ട് LDF സർക്കാരിന് അനുകൂലമായിട്ട് ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. അതുമൂലം ഈ LDF സർക്കാരിനും BJP സർക്കാരിനും എതിരായിട്ടുള്ള ജനവിധിയെ കോൺഗ്രസിലേക്ക് UDF-ലേക്ക് ആളുകളുടെ വോട്ടായി വരുന്നതിനെ തടസ്സപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ള BJP-യുടെ റിസർച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെ പിന്തുണയ്ക്കാൻ സാധിക്കില്ലല്ലോ, ഒരു കാരണവശാലും സാധിക്കില്ല. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ED-യുടെ പ്രാഥമിക അന്വേഷണം തുടങ്ങിയത് 3 വർഷം മുമ്പ്. നാളിതുവരെ നടപടിയെടുത്തിട്ടില്ലല്ലോ. ഈ പറഞ്ഞ തോമസ് ഐസക്കിനെതിരെയുള്ള അന്വേഷണം ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഇലക്ഷനിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള തോമസ് ഐസക്കിനെ അറസ്റ്റ് ചെയ്യാൻ വന്നാൽ അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തോടുള്ള അഭിപ്രായ വ്യത്യാസം നമുക്കുണ്ട്, അതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളുണ്ട്. പല അഭിപ്രായ വ്യത്യാസങ്ങളും ആക്ഷേപങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെ ഈ ഇലക്ഷൻ സമയത്ത് അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇവർക്ക് അനുകൂലമായിട്ടുള്ള തരംഗം സൃഷ്ടിക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല. അതൊരു ശരിയായ രാഷ്ട്രീയ മാതൃകയല്ലല്ലോ. ഇവിടെ കരുവന്നൂരിന്റെ വിഷയത്തിൽ ഇപ്പോഴല്ലല്ലോ ED അറിയുന്നത്. ED-യുടെ മുമ്പിൽ മുഴുവൻ രേഖകളും സമർപ്പിക്കപ്പെട്ടതാണ്, അന്വേഷണം നടക്കുന്നുണ്ട്. എന്നിട്ടും എന്ത് ED ഇതുമായി ബന്ധപ്പെട്ട പ്രതികൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ താല്പര്യം കാണിക്കാതിരുന്നത്? ഇലക്ഷൻ സമയത്ത് BJP-ക്ക് അനുകൂലമായിട്ട് ഒരു തരംഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് കോൺഗ്രസിലേക്ക് വരുന്ന UDF-ലേക്ക് വരുന്ന വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇതിനെ ജിൻഡോ പറഞ്ഞത് സ്വാഭാവികമായും കോൺഗ്രസിന് ആശങ്ക ഉള്ള ഒരു പ്രായോഗിക വിഷയമാണ്. ഇവിടെ ശ്രീ അരുൺകുമാർ, ഈ ഇലക്ഷൻ സമയത്ത് ED-യുടെ ഭാഗത്ത് നിന്ന് അറസ്റ്റ് പോലുള്ള നടപടികൾ ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക? സ്വാഭാവികമായും അത് LDF-ന് ഗുണമല്ലേ ഉണ്ടാക്കൂ. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ഷൻ തർക്കം എന്ന് പറയുന്നത് ആരാണ് BJP-യെ ഫൈറ്റ് ചെയ്യാൻ മുൻപിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഞങ്ങളാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ നേതാക്കളെ ഇതാ ED വേട്ടയാടുന്നു. ഞങ്ങൾ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രതികാരത്തിന് ഇരയാവുകയാണ്, ഞങ്ങളെ പിന്തുണയ്ക്കൂ എന്ന് ആവശ്യപ്പെടാനും കൂടുതൽ വോട്ട് കിട്ടാനുമുള്ള സാഹചര്യം നിങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായും ഒരുങ്ങും. അതുകൊണ്ട് ഇപ്പോൾ ED വന്ന് കരുവന്നൂരിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്താൽ അതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ലല്ലോ. ഈ ചില കളി തോക്കുമെന്ന് ഉറപ്പാകുമ്പോൾ പന്ത് കുത്തിപ്പൊട്ടിക്കുന്ന ചില വികൃതി കുട്ടികളുടെ മാനസികാവസ്ഥയിലാണ് ഇപ്പോൾ BJP. അതായത് 350-400 സീറ്റ് ഒറ്റയ്ക്ക് കിട്ടുമെന്നെല്ലാം പറഞ്ഞ് വളരെയധികം വീരവാദം മുടക്കി കഴിഞ്ഞു. പക്ഷെ അത് എവിടെ നിന്ന് കിട്ടുമെന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ ഒരു മറുപടിയില്ല. ദക്ഷിണേന്ത്യയിലാണെങ്കിൽ അവർക്ക് കിട്ടാവുന്ന മാക്സിമം കഴിഞ്ഞോടെ കിട്ടി 29. അതിലേക്ക് ഈ തവണ എത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. കർണാടകത്തിൽ ഏകദേശം പകുതിക്ക് പകുതി നിൽക്കും. വടക്കേന്ത്യ എടുത്താൽ 205 സീറ്റ് കിട്ടി 249. അതിൽ കൃത്യമായി പല സംസ്ഥാനങ്ങളിൽ, ഉത്തർപ്രദേശിലായാലും ബീഹാറിലായാലും എല്ലാം കഴിഞ്ഞ തവണത്തേക്കാൾ പിന്നോട്ടടി ഉണ്ടാകുമെന്ന് വ്യക്തമാണ്.
മഹാരാഷ്ട്ര അടക്കമുള്ള പശ്ചിമേന്ത്യ എടുത്താലും അത് തന്നെയാണ് സാഹചര്യം. വടക്ക് കിഴക്ക് എടുത്താൽ ആസാമിലാണ് കഴിഞ്ഞൊരു നേട്ടം ഉണ്ടായത്. ഈ പൗരത്വ ഭേദഗതി നിയമമൊക്കെ വന്നപ്പോൾ അവിടെയും വലിയ നേട്ടമില്ല. അതുകൊണ്ട് കടമ്പ കടക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പ്രതിപക്ഷ കക്ഷികളെ തകർക്കാനും രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാനും, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ നേതൃത്വമോ ഭരണകൂടമോ ചെയ്യാത്ത തരത്തിലുള്ള വികൃതമായിട്ടുള്ള രാഷ്ട്രീയവുമായി NDA ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും വിരോധം ഞങ്ങൾ CPM-നോടാണ്. അതിനെന്താ കാരണം? ഇലക്ട്രൽ ബോണ്ട് 2018 പ്രഖ്യാപിച്ചു പോയി കോടിക്കണക്കിന് രൂപ BJP ഉണ്ടാക്കി. അതിന് ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിച്ചത് ED-യെയും CBI-യെയും ആദായ നികുതി വകുപ്പിനെയുമാണ്. ആ വിവരം കൃത്യമായി പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് 1 രൂപ പോലും ഇലക്ട്രിക് ബോണ്ട് വേണ്ട എന്ന് പറഞ്ഞ് ഇലക്ട്രൽ ബോണ്ടിനെതിരെ നമ്മൾ കൃത്യമായി സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തി അത് റദ്ദാക്കി. വിവരം പുറത്തുവിടണമെന്ന് SBI-യോട് പറഞ്ഞപ്പോൾ ജൂൺ മാസം 30 വരെ അത് പുറത്തുവിടാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. അതും സാധിച്ചില്ല, പുറത്തു വന്നു. ആദ്യം ഏത് വ്യക്തി, ഏത് കോർപ്പറേറ്റ്, ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് എത്ര രൂപ കൊടുത്തു എന്ന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലല്ലാതെ 2 തവണ കണക്ക് പുറത്തുവിട്ടു. അത് പോരാ, ഇന്ന രൂപത്തിൽ യഥാർത്ഥ വിവരം പുറത്തുവിടണം, അതിന്റെ കോഡൊക്കെ പുറത്തുവിടണമെന്ന് പറഞ്ഞപ്പോൾ ഗത്യന്തരമില്ലാതെ അതും പുറത്തുവിട്ടു. അപ്പോഴെന്താ മനസ്സിലാക്കിയേ? 41ഓളം ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട കമ്പനികളിൽ ED-യും CBI-യും IT വകുപ്പും പോയി സെർച്ച് നടത്തും, പരിശോധന നടത്തും, ചില ഡോക്യുമെന്റ് എടുത്തുകൊണ്ട് വരും. 5-10 ദിവസത്തിനുള്ളിൽ അവർക്ക് കോടിക്കണക്കിന് രൂപ ഇലക്ട്രൽ ബോണ്ട് BJP-ക്ക് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ എല്ലാ ഇൻവെസ്റ്റിഗേഷനും അവിടെ നിൽക്കും. അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഓരോന്നായി പുറത്തു വന്നു. ഏറ്റവും അവസാനം ഡൽഹി മുഖ്യമന്ത്രിയെ പിടിച്ചകത്തിട്ടു. ആ ശരത് റെഡ്ഡിയെ ആദ്യം ചോദ്യം ചെയ്യുമ്പോൾ ഒരു മൊഴിയും മുഖ്യമന്ത്രിക്കെതിരെ ഇല്ല. രണ്ടാമത് ചോദ്യം ചെയ്യുമ്പോഴും ഒരു മൊഴിയും അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇല്ല. അപ്പോൾ സാക്ഷിയെ പിടിച്ച് പ്രതിയാക്കി ജയിലിലടച്ചു. അപ്പൊ 5 കോടി രൂപ BJP-ക്ക് ബോണ്ട് കിട്ടി. അപ്പോ പ്രതിയെ മാപ്പുസാക്ഷിയാക്കി. ആ മൊഴിയെ മാപ്പുസാക്ഷിയാക്കുന്ന മൊഴിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പേര് വരിക. പിന്നെ 10-34 കോടി രൂപ വീണ്ടും കൊടുത്ത് അദ്ദേഹത്തെ റിലീസ് ചെയ്തു. ഇപ്പൊ പ്രതിയല്ല, പ്രതിപ്പട്ടികയിൽ നിന്ന് മാറി. അങ്ങനെ എത്രയോ തരികിട പ്രവർത്തനങ്ങൾ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ, BJP-യുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക. അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന മാനദണ്ഡം 7 വർഷം മുമ്പുള്ള കണക്ക്, 30 വർഷം മുമ്പുള്ള കണക്ക്, അവസാനത്തെ 8 വർഷത്തെ കണക്കെടുത്ത് പരിശോധിക്കുന്നു. ഇത് ആദായ നികുതി എന്ന് പറഞ്ഞാൽ എല്ലാ മാർച്ച് 31 ശേഷം ഓരോ വർഷവും ക്ലിയർ ചെയ്ത് പോകുന്നതല്ലേ? ഇതൊക്കെ എടുത്ത് പരിശോധിച്ച് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുക. TMC-ക്ക് നോട്ടീസ്, CPI-ക്ക് നോട്ടീസ്, CPM നോട്ടീസ്. അതുകൊണ്ട് ഞങ്ങൾ ഇതിലും കടുത്ത നടപടി പ്രതീക്ഷിക്കുകയാണ്. കാരണം ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ യഥാർത്ഥ വിവരം പുറത്തു വരികയും ജനങ്ങൾക്ക് മുന്നിൽ യഥാർത്ഥ കള്ളന്മാർ BJP നേതൃത്വമാണെന്ന് ബോധ്യപ്പെടുകയും ED-യെയും CBI-യെയും ഇത്രയധികം ദുരുപയോഗം ചെയ്തത് വേട്ടപ്പട്ടികളെ പോലെ കോർപ്പറേറ്റുകൾ കമ്പനികൾക്ക് മുന്നിലേക്ക് വിടുകയും അങ്ങനെ വിരട്ടി കോടിക്കണക്കിന് രൂപ ആർജിച്ചെടുത്ത് ഇപ്പൊ 8,000-9,000 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടിന്റെ ഒരു 60% BJP-ക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ വിരോധം ഞങ്ങളോടുണ്ട്. ആ വിരോധം തീർക്കാൻ കടുത്ത നടപടികളുമായി ഇവർ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ BJP-ക്ക് ഇനി വീണ്ടും ഭരണത്തിൽ തിരിച്ചു വരാൻ കഴിയില്ലെന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഐക്യനിരയെ തകർക്കുക, കള്ളക്കേസുകൾ ചുമത്തുക, ആരോപണങ്ങൾ ഉന്നയിക്കുക, അതുപോലെ ഘടകകക്ഷി ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കുക. ഇപ്പൊ ഇന്നലെ ഡൽഹിയിൽ നടന്ന റാലിയെല്ലാം നമ്മൾ വിശദമായി ഇന്നലെ തന്നെ ചർച്ച ചെയ്തു. അങ്ങനെ രാജ്യം വലിയ മാറ്റത്തിന്റെ പാതയിൽ തന്നെയാണ്. അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ വഴി വിരട്ടാൻ ശ്രമിച്ചാൽ, അതുപോലെ നുണപ്രചാരണം നടത്തിയാൽ, ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് വിരട്ടാൻ ശ്രമിച്ചാൽ, സാമ്പത്തിക ഫെഡറലിസം തകർത്താൽ എല്ലാത്തിനെയും ഞങ്ങൾ ജനങ്ങളെ അണിനിരത്തി തന്നെ നേരിടും. അത്തരത്തിൽ നേരിടാനുള്ള ചങ്കുറ്റം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം ആധികാരികമായി പറഞ്ഞത്, ED-യെ കാണിച്ച് ഞങ്ങളെ ഭയപ്പെടുത്താൻ വരണ്ട, ഞങ്ങൾ അങ്ങനെ പേടിക്കില്ല, ഇനി ജയിലിൽ പോകാൻ പേടിയാണ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പോകുന്ന അശോക് ചൗഹാനെ കൂട്ടുള്ളവരല്ല ഇപ്പുറത്തുള്ളത് എന്ന് ആധികാരികമായി. ഇനി ED-യെ പേടിക്കേണ്ട, വീട്ടിൽ സമാധാനമായി കിടന്നുറങ്ങാം, ഞാൻ BJP-ആയി മാറി എന്ന് പറഞ്ഞ നേതാക്കന്മാർ വരെ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഈ പ്രതിസന്ധി ഘട്ടങ്ങളെ എല്ലാം ഞങ്ങൾ ഗംഭീരമായി തന്നെ തരണം ചെയ്യും, അതിൽ സംശയമില്ല. ശരി, ഇവിടെ ശ്രീ VP ശ്രീപത്മനാഭൻ, ഈ ഇലക്ഷൻ കാലത്ത്, നമ്മുടെ ഇലക്ഷൻ ഇനിയിപ്പോ 1 മാസം തികച്ചില്ല, ഈ ഇലക്ഷൻ കാലത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിൽ വന്ന് കയറി ഇറങ്ങി പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം, ഒരവസരം തളികയിൽ എന്നതുപോലെ CPM-ന് കിട്ടുകയാണ്. കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ അറിയാലോ. ഇപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടി ക്ഷീണിച്ചാൽ നിങ്ങളെ സംബന്ധിച്ച് ഒരു ഫൈറ്റിംഗ് ചാൻസ് ഉള്ള സ്ഥലമാണ്. ലോക്സഭാ ഇലക്ഷനിൽ പ്രത്യേകിച്ചും വലിയ മേധാവിത്വമുള്ള സ്ഥലമാണ്. പക്ഷേ കേരളം അങ്ങനെയല്ല. അപ്പോൾ കേരളത്തിൽ ED-യെ വിട്ട് CPM-നെ പിടിച്ചാൽ സ്വാഭാവികമായി അതിന്റെ ഇലക്ടറൽ ഗെയിൻസ് ഉണ്ടാവുക അവർക്ക് തന്നെയാണെന്നുള്ളതാണ് നമ്മുടെ കോമൺ സെൻസ്. ആരുടെ കോമൺ സെൻസ്? അഭിലാഷിന്റെ കോമൺ സെൻസ് ആയിരിക്കും. കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. അതിപ്പോ കേരളത്തിലെ ജനങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതല്ലേ.
കാണാം 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 തെരഞ്ഞെടുപ്പൊക്കെ ഇനിയും നടക്കുന്നു, കാണാം. പശ്ചിമ ബംഗാളിൽ കഷായത്തിന് കൂട്ടാൻ ആളില്ലല്ലോ. ഞാനൊക്കെ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ എൻ്റെ നാട്ടിലും കോഴിക്കോട്ടും കൊയിലാണ്ടിയിലും ബാലുശ്ശേരിയിലൊക്കെ പൊതുയോഗം നടത്തി മാർക്സിസ്റ്റുകാർ പ്രസംഗിക്കുകയായിരുന്നു. ബംഗാളിലേക്ക് നോക്കൂ, അവിടെ സഖാവ് ജ്യോതി ബാസുവിൻ്റെ ഭരണം അതിശക്തമായി മുന്നോട്ട് പോവുകയാണെന്ന്. എവിടെ ഇപ്പോൾ ജ്യോതി ബാസു ഇല്ല, ബുദ്ധദേവ് ഭട്ടാചാര്യയിലെ ഒരു MLA പോലും ഇല്ല. അതുപോട്ടെ, ഇത് കോൺഗ്രസിൻ്റെ ഡൽഹി PCC പ്രസിഡന്റ് ചൗധരി അനിൽകുമാറിൻ്റെ കത്താണ്. അതായത് പരാതിയാണ്. ആർക്കറിയോ? രാജേഷ് ആസ്ഥാന എന്ന് പറയുന്ന കമ്മീഷണർ ഓഫ് പോലീസ് ഡൽഹി, തീയതി 3/6/2022. ഇതിലൊരു വാക്കുണ്ട്, അത് മാത്രം ഞാൻ വായിക്കാം. മൾട്ടി ക്രോർ സ്കാം ഇൻ ഇല്ലീഗൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലിക്കർ ലൈസൻസസ്. അതിൻ്റെ സബ്ജക്റ്റാണ് ടു ഷെൽ കമ്പനീസ് ഓഫ് ഒയാസിസ് ഗ്രൂപ്പ് violating terms and conditions of new excise policy 2021-22 by Aam Aadmi Party led government. ഇത് കോൺഗ്രസ്സുകാർ എഴുതി കൊടുത്ത പരാതിയാണ്. ആം ആദ്മി പാർട്ടിയുടെ നേതാക്കന്മാരായ അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോഡിയയും സത്യേന്ദ്ര ജെയിനും സഞ്ജയ് സിംഗും ഒക്കെ ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിൽ നാളെ അവർ നാളെ ജയിലിൽ പോവുകയാണെങ്കിൽ അതിന് ഉത്തരവാദി ചൗധരി അനിൽകുമാറിൻ്റെ ഈ പരാതിയാണ്. ഈ പരാതി എഴുതി കൊടുത്തിട്ട് സെറ്റിംഗ് ദി ലോ ഇൻ ടു മോഷൻ, ഒരു FIR ഇടുമ്പോഴാണ് നിയമത്തിൻ്റെ ആ മെഷീനറി പ്രവർത്തനം ആരംഭിക്കുന്നത്. അത് ആരംഭിപ്പിച്ചിട്ട് അവരെയൊക്കെ കേസിൽ പ്രതിയാക്കുന്ന സാഹചര്യം സൃഷ്ടിച്ച് അന്വേഷണത്തിൽ കള്ളപ്പണ ഇടപാട് കണ്ട് അതൊക്കെ മോണോപ്പൊളിയാണെന്ന് ഡൽഹി ഹൈക്കോടതി പറയാനുള്ള സാഹചര്യമുണ്ടാക്കി. ഈ സുപ്രീം കോടതി പ്രഥമ ദൃഷ്ട്യാ 338 കോടി രൂപയുടെ ഇടപാട് നടന്നിട്ടുണ്ടെന്നും അതിൽ 100 കോടി ട്രാൻസ്ഫർ ആയിട്ടുണ്ടെന്നും സുപ്രീം കോടതിയെ കൊണ്ടുവരെ പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിട്ടാണ് കോൺഗ്രസ്സുകാർ ഇന്നലെ റാലിക്ക് പോയത്. ഇതൊക്കെ ഒപ്പിച്ചിട്ടാണ്. എനിക്ക് കോൺഗ്രസ്സുകാരോട് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ. നാളെ അഥവാ കരുവന്നൂർ കേസിൽ AC മൊയ്തീനോ, ഇനി അതല്ലെങ്കിൽ മാസപ്പടി കേസിൽ വീണ വിജയനോ കടുത്ത നടപടിക്ക് വിജയരായാൽ, അവിടെയൊക്കെ ED അന്വേഷണം ഉണ്ടല്ലോ, നിങ്ങൾ ഇതേപോലെ റാലി നടത്താൻ പോവുമോ? തിരുവനന്തപുരത്ത് കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ ഇതേപോലെ റാലി ആദ്യം പറയണം. നിങ്ങൾ ഇത് ചെയ്തിട്ടാണ്, നിങ്ങളാണ് ഈ ആദ്യത്തെ പരാതി കൊടുക്കുന്നത് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരാ? നിങ്ങൾക്കറിയില്ല അയാളുടെ ഉത്തരവാദിത്വം എന്താന്ന്? വായ തോന്നി പറയാൻ ലൈസൻസ് ഉള്ള ആളല്ലേ? അതും എഴുതി കൊടുത്ത പരാതിയാണ്. ലെറ്റർ പാഡ് ഡൽഹി പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ലെറ്റർ പാഡിൽ ഇങ്ങനെ ഓരോ നിയമ നടപടികൾക്ക് തുടക്കം കുറിച്ച് അത് അതിൻ്റെ യുക്തിസഹമായ പരിണാമത്തിലെത്തുമ്പോൾ നിങ്ങൾ പ്രതികളുടെ കൂടെ പോയിട്ട് ജാഥ നടത്തുക. നിങ്ങൾക്ക് നാണമില്ല? ഇന്നലെ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഒഴിച്ചിട്ട കസാല ഒഴിച്ചിട്ട റാലിയിൽ പോയി പങ്കെടുക്കാൻ. പിന്നെ റാലീൻ്റെ കഥ ഞങ്ങൾക്കറിയാം. ഇന്നലത്തെ വിഷ്വൽസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. മീററ്റിലെ പശ്ചിമ UP ഒരു ഡിവിഷനാണ്, 5-6 ജില്ലയുള്ള ഒരു ഡിവിഷൻ. ആ ഡിവിഷനിൽ നരേന്ദ്രമോദി നടത്തിയ റാലിയിൽ പങ്കെടുത്തതിൻ്റെ 4-1 ആൾ ഇന്നലെ രാംലീല മൈതാനിയിലില്ല. അതാണ് സത്യം. അതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ CPMൻ്റെ അരുൺകുമാർ പറയുന്നു ഞങ്ങൾ വേട്ടയാടെന്ന്. എന്താ അരുൺകുമാറെ, 303 സീറ്റുണ്ട് BJPക്ക് ഇപ്പോൾ നിലവിൽ. അതിലൊരു സീറ്റ് നിങ്ങളെ കൊണ്ട് തോൽപ്പിക്കാൻ പറ്റുമോ? 2019 ഞങ്ങൾക്ക് കിട്ടിയ 303 സീറ്റിൽ ഒരു സീറ്റ് നിങ്ങളെ കൊണ്ട് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റുമോ? ഉത്തർപ്രദേശിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങളെ കൊണ്ടാവുമോ? പറ്റുമോ? മധ്യപ്രദേശിലോ രാജസ്ഥാനിലോ ഗുജറാത്തിലോ, ഇനി കർണാടകയിൽ തൊട്ടടുത്ത് മംഗലാപുരം സീറ്റ് തൊട്ടടുത്ത് ബ്രിജേഷ് ചൗട്ടി മത്സരിക്കുന്നുണ്ട്. നേരത്തെ നളിനായിരുന്നു, ഇപ്പോൾ ബ്രിജേഷ് ചൗട്ടയാണ്. അവിടെ നിങ്ങളൊന്ന് തോൽപ്പിച്ചു തരുമോ നിങ്ങളെ കൊണ്ട്? ഞങ്ങളെ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഞങ്ങളുടെ ഒരു MP സീറ്റ് പോലും തോൽപ്പിക്കാനാവില്ല. പിന്നെ നിങ്ങളെ രാഷ്ട്രീയമായി വേട്ടയാടേണ്ട ആവശ്യം ഞങ്ങൾക്കെന്താ? നിങ്ങൾ അതിന് മാത്രം ഒന്നുമുള്ള വലിപ്പം നിങ്ങൾക്കില്ല. നിങ്ങൾ ഉണ്ടാക്കി വെച്ച പ്രശ്നമാണ് കരുവന്നൂർ. നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചിട്ടാ കരുവന്നൂരിലെ പണം തട്ടിയത്? നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചിട്ടാ അവിടെ ചികിത്സിക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് പണം കൊടുക്കാതിരുന്നത്? നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചിട്ടാണോ ആ കണ്ണൂരുകാരനുമായി സഹകരിച്ച് ഈ വ്യാജ ലോൺ എടുത്ത് ആ പണമൊക്കെ തിരിമറി ചെയ്തത്? ഞങ്ങളോട് ചോദിച്ചിട്ടാ? ഞങ്ങൾ പറഞ്ഞിട്ടാ ആണോ? അവസാനം ചികിത്സിക്കാൻ പണമില്ലാത്തവന് സുരേഷ് ഗോപിയാണ് പണം കണ്ടെത്തി കൊടുത്തത് ചികിത്സിക്കാൻ. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ ഒപ്പിച്ച് വെച്ച വിനയാണ്. നിങ്ങൾ CMRL വീണ വിജയൻ്റെ കമ്പനി ഒരു ജോലിയും ചെയ്തു കൊടുക്കാതെ 1,72,00,000 രൂപ വാങ്ങിയത് ഞങ്ങളോട് ചോദിച്ചിട്ടാ? ഞങ്ങൾ പറഞ്ഞിട്ടാ? നിങ്ങൾ ഓരോന്ന് ഒപ്പിച്ചിട്ടല്ലേ? നിങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ സമ്മതമില്ലാതെ കിഫ്ബിയിലൂടെ വിദേശത്ത് നിന്ന് പണം കൊണ്ടുവന്നത് ഞങ്ങളോട് ചോദിച്ചിട്ടാ? ഞങ്ങൾ പറഞ്ഞിട്ടാ?
നിങ്ങൾ ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് അതിൻ്റെ എന്താ പറയുക പരിണത ഫലം നിങ്ങൾ അനുഭവിക്കുമ്പോൾ ഞങ്ങൾ രാഷ്ട്രീയമായി അതിന് മാത്രമൊന്നും ഇല്ല അരുൺകുമാറെ. വെറുതെ നിങ്ങൾ വലിപ്പം പറയണ്ട. അതിനുള്ള വലിപ്പവും അതിനുള്ള ഇനി അങ്ങനെ തന്നെ പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പകപോക്കലിൽ ഞങ്ങൾക്ക് നടത്താൻ മാത്രമൊന്നും നിങ്ങളില്ല. പിന്നെ എന്തിനാ ബഹളം ഉണ്ടാക്കുന്നത്? ശരി, ഓക്കെ. ഇവിടെ ശ്രീ ജിൻഡോ ജോൺ, ആകപ്പാടെ ധർമ്മസങ്കടത്തിലാവുക കോൺഗ്രസ് ആണോ? ഒന്ന് കരുവന്നൂർ ഗുരുതരമായ വിഷയങ്ങൾ ഉൾച്ചേർന്നിട്ടുള്ള വിഷയമാണ്. അത് അവിടുത്തെ നിക്ഷേപകരുടെ ആ നിക്ഷേപങ്ങൾ അവർക്ക് സമയത്ത് തിരികെ കിട്ടാത്തത് കൊണ്ട് മരണങ്ങൾ, ചികിത്സ നടത്താതെയുള്ള മരണങ്ങൾ, ആത്മഹത്യ തുടങ്ങി വളരെ വളരെ മാനുഷിക പ്രശ്നങ്ങൾ ഉൾച്ചേർന്നിട്ടുള്ള ഒരു വിഷയം. പിന്നെ ഈ ആളുകളുടെ അവിടെ ലോൺ എടുത്തിട്ടുള്ള ആളുകളുടെ ഡോക്യുമെന്റ്സ് വെച്ച് വേറെ ബിനാമി ലോണുകൾ എടുത്തിട്ടുള്ള വിഷയം തുടങ്ങി അങ്ങനെ നമ്മുടെ ആധുനിക കാലത്തെ വലിയ മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നോ കൊള്ള എന്നൊക്കെ പറയാവുന്ന ഒരു വലിയ കാര്യം അവിടെ നടന്നു. അതിൽ സ്വാഭാവികമായും ജനവികാരമുണ്ട്. അതൊരു വശത്ത്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, അതായത് നിങ്ങൾ മുൾമുനയിൽ നിർത്തുന്ന, നിങ്ങൾ എല്ലാ ആരോപണങ്ങളും ഉന്നയിക്കുന്ന കേന്ദ്ര ഏജൻസികൾ അതേ സമയത്ത് ഇറങ്ങി ആ വിഷയവുമായി ബന്ധപ്പെട്ട് വരികയുമാണ്. അപ്പോൾ ഇതിനകത്തൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള നിലപാട് എടുക്കാനൊട്ട് പറ്റുകയുമില്ല. എന്ത് ചെയ്യും? അഭിലാഷേ, കോൺഗ്രസിന് ഒരു ധർമ്മസങ്കടവും ഇല്ല. ധർമ്മസങ്കടം വരുന്നത് CPM-നാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അരുൺകുമാർ തന്നെ പറഞ്ഞൊരു വാചകമില്ലേ, ഞങ്ങൾ ജനങ്ങളെ അണിനിരത്തി ഈ പറഞ്ഞ അന്വേഷണങ്ങളെ, കേസുകളെയൊക്കെ നേരിടുമെന്ന്. ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് അവിടെ നിക്ഷേപിച്ച നിക്ഷേപകരെ അണിനിരത്തിക്കൊണ്ട് ഈ ED അന്വേഷണത്തെ നേരിടാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വെളപ്പായ സതീശനെയും അരവിന്ദാക്ഷനെയും AC മൊയ്തീനെയും പോലുള്ള നേതാക്കന്മാരെ അണിനിരത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്താൻ കരുവന്നൂരിൽ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കില്ല. അപ്പോൾ കോൺഗ്രസിന് ഇതിൽ ആശങ്കയൊന്നുമില്ല. അവിടെ ചികിത്സ കിട്ടാതെ മരണപ്പെട്ട ആളുകൾ, അതിൽ മരണപ്പെട്ട ഫിലോമിനയുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് ആ മൃതശരീരം വെച്ച് സമരം ചെയ്തതിൻ്റെ പേരിൽ 1750 രൂപ കൂടി അതിൻ്റെ പേരിൽ ഫൈൻ ഈടാക്കി ആഭ്യന്തര വകുപ്പ്, കേരളത്തിൽ പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ്. അപ്പോൾ ഇത് ഈ സർക്കാർ, കേരളത്തിലെ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ അന്വേഷണ ഏജൻസികൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അവിടെ 100-ലധികം കോടി രൂപയുടെ തട്ടിപ്പും കൊള്ളയും നടന്നിട്ടുണ്ടെന്ന്. അതിലൊരു തർക്കവും വേണ്ടല്ലോ. അവിടുത്തെ ആളുകളെ കൊള്ളയടിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിന് എന്തിനാ അതിൽ ആശങ്ക? CPM നേതാക്കന്മാർ, അവിടുത്തെ സാധാരണപ്പെട്ട സഖാക്കന്മാരെ, പ്രാദേശിക CPM-ന്റെ അണികളെയും പ്രവർത്തകരെയും കൊള്ളയടിച്ചിരിക്കുക. അതിനെക്കുറിച്ച് പറയാൻ CPM ആണ് ആശങ്കപ്പെടുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് CPM എടുത്ത നിലപാടിനെ കുറിച്ചിട്ട് അരുൺകുമാർ വലിയ അഭിപ്രായങ്ങൾ പറയുന്നു. അവിടെ 2017 BJP ഇലക്ട്രൽ ബോണ്ട് തുടങ്ങിയ അതേ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ മകളുടെ പേരിൽ എക്സാലോജിക് സൊല്യൂഷൻസ് തുടങ്ങിയിട്ടുണ്ട്. പരിപാടി ഒന്ന് തന്നെ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ വഴിപ്പെടുത്തി പണം മേടിക്കുക, അത് തന്നെയാണ് പരിപാടി. അപ്പോൾ അഴിമതിക്കെതിരെ സംസാരിക്കാൻ BJPക്ക് യാതൊരു അർഹതയും, CPM-ന് യാതൊരു അർഹതയുമില്ല. പിന്നെ നിങ്ങൾ ഇതിനൊക്കെ കമ്പയർ ചെയ്യുന്നത് കോൺഗ്രസിന്റെ സീതാറാം കേസരിയുടെ കാലത്തെ അക്കൗണ്ട്, അന്നത്തെ അക്കൗണ്ടിന്റെ പേരിൽ അന്നത്തെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്തതുമായി ബന്ധപ്പെട്ട ആക്ഷേപത്തിൽ BJPയുടെ നേതൃത്വത്തിൽ BJP ആവശ്യപ്പെടുന്നത് പോലെ ED-യും IT ഡിപ്പാർട്ട്മെന്റും ഒക്കെ എടുക്കുന്ന നടപടികൾ, അല്ലെങ്കിൽ CPI-ക്കെതിരെ എടുക്കുന്ന നടപടികൾ, പാൻ കാർഡ് കറക്റ്റ് അല്ലാത്തതിന്റെ പേരിൽ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ കമ്പയർ ചെയ്യുക. അങ്ങനെ കമ്പയർ ചെയ്യണ്ട. ഇവിടെ കരുവന്നൂരിലെ വിഷയം എന്താ? സാധാരണപ്പെട്ട സഖാക്കന്മാരെ, സഹകാരികളെ കൊള്ളയടിച്ച വിഷയമാണ്. കോൺഗ്രസ്, CPI, തൃണമൂൽ കോൺഗ്രസ് പോലെയുള്ള പാർട്ടികളുടെ അക്കൗണ്ട് BJPയുടെ ഏജന്റ് ആയിട്ടുള്ള ED-യും IT-യും ഫ്രീസ് ചെയ്യുന്നതും പണം പിടിച്ചെടുക്കുന്നതും എന്തിന്റെ പേരില? ഇലക്ഷൻ സമയത്ത് ഈ പാർട്ടികളുടെ കയ്യിലൊന്നും ഒരു പോസ്റ്റ് ഒട്ടിക്കാൻ പോലും പണം ഉണ്ടാകരുത് എന്നുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഇത് രണ്ടും കമ്പയർ ചെയ്യാൻ പാടില്ല. പിന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, നിങ്ങൾ ഈ CPM വലിയ അഭിപ്രായം പറയുന്നില്ല. അഭിലാഷ് ചോദിച്ച കാര്യത്തോടു കൂടി ഞാൻ കണക്ട് ചെയ്ത് പറയാം. CPM-ന് ഇവിടെ ഒരു പ്രതിസന്ധിയില്ല, കോൺഗ്രസിനാണെന്ന് താങ്കൾ പറയുന്നു. ഞാൻ കൃത്യമായിട്ട് ഒരു കാര്യം പറയാം. ഇവിടെ BJPയുടെ ഏജന്റുകളായിട്ടുള്ള ഘടകകക്ഷികളായിട്ടുള്ള ED-യും IT ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഇത്രയും കാലമുണ്ടായിട്ടും ഒരു താല്പര്യവും എടുക്കാതെ ഇപ്പോൾ എടുത്തിരിക്കുന്ന താല്പര്യം BJPയും CPM-ഉം തമ്മിലുള്ള വോട്ട് കച്ചവടത്തിന് നിലമൊരുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് രണ്ട് നിലപാടാണെന്ന് ഞാൻ തുടക്കം മുതൽ പറഞ്ഞത് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേരളത്തിന് പുറത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും, പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെ വേട്ടയാടുന്നതിനെടുക്കുന്ന തിടുക്കം, വേഗത, അതിനെടുക്കുന്ന മാർഗങ്ങളൊന്നും കേരളത്തിൽ വരുമ്പോഴില്ല. അത് കരുവന്നൂരിലെ കേസിലായിക്കോട്ടെ, AC മൊയ്തീന്റെ കേസിലായിക്കോട്ടെ, മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലായിക്കോട്ടെ, സ്വർണ്ണക്കടത്തായിക്കോട്ടെ. അല്ല, ഞാൻ വേട്ടയാടണം എന്നല്ല, തിടുക്കത്തിൽ വേട്ടയാടണമെന്നല്ല. അവിടെ എടുക്കുന്ന താല്പര്യങ്ങൾ, അവിടെ എടുക്കുന്ന വേഗത ഇവിടത്തെ കാര്യത്തിൽ അന്വേഷണത്തിലില്ല. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്രയോ വട്ടം സംസാരിച്ചിട്ടുണ്ട്. കേരളത്തിൽ വന്ന് കേരളത്തിലെ പൊതുജനങ്ങളെ അഡ്രസ് ചെയ്തിട്ടുണ്ട്. ഏത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് സ്വർണ്ണക്കടത്ത് നടത്തിയതെന്ന്, അതിന്റെ ഒത്താശ നടന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാമെന്ന്. എന്നിട്ട് എന്തുകൊണ്ടാണ് BJP ഭരിക്കുന്ന ഈ രാജ്യത്ത് ED-യും IT ഡിപ്പാർട്ട്മെന്റും CBI-യും ഒന്നും അതിൽ നടപടിയെടുക്കാത്തത്? ഇവിടെ ലൈഫ് മിഷൻ കോഴക്കേസിൽ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാർ
കാരൻ 100 ദിവസമല്ലേ ജയിലിൽ കിടന്നത്? ശിവശങ്കരൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്തുകൊണ്ട് അതിന്റെ ചെയർമാനായിട്ടുള്ള മുഖ്യമന്ത്രിയെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും വിളിച്ചു വരുത്താത്തത്? എന്താണ് നടന്നതെന്ന് അറിയാനായിട്ടുള്ള ആഗ്രഹം പോലും ഈ അന്വേഷണ ഏജൻസികൾക്ക് കേരളത്തിൽ ഇല്ലാതെ പോകുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അന്വേഷണ ഏജൻസികൾക്ക് കേരളത്തിൽ വരുമ്പോൾ 2 നിലപാടാണ്. അത് CPM-നെ കാണുമ്പോൾ ഇത്തരം ഏജൻസികൾക്ക് യജമാന തുല്യ സ്നേഹമാണ്. അത് ഇപ്പോൾ അവർ ഇറങ്ങിയിരിക്കുന്നത് കരുവന്നൂരിലെ സാധാരണപ്പെട്ടവരുടെ പണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട ആക്ഷേപത്തിലല്ല ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. CPM-ന് 5 അക്കൗണ്ടുകളുണ്ട്, കണക്കിൽ കാണിക്കാത്ത അല്ലെങ്കിൽ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കാത്ത 5 അക്കൗണ്ടുകൾ ഉണ്ടെന്നും പറഞ്ഞ് വന്നിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് CPM-നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് BJP-ക്ക് വേണ്ടിയിട്ടുള്ള നിലമൊരുക്കാനുള്ള ശ്രമമാണ് ഒന്നാമത്തെ. ഇനി BJP-യുടെ നേതാവ് പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട്, ഡൽഹിയിൽ പരാതി കൊടുത്ത് കോൺഗ്രസ് നേതാവാണെന്ന്. ആണ്. ഞങ്ങൾ കേരളത്തിലും ഡൽഹിയിലും ഇന്ത്യയിൽ എവിടെയും അഴിമതി ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് പരാതി കൊടുക്കും. പക്ഷെ ആ പരാതിയിന്മേൽ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുന്നത് ഏത് രീതിയിലാണ്? എങ്ങനെയാണ് നിങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ പ്രതി ചേർക്കുന്നത്? ആദ്യം അറസ്റ്റ് ചെയ്ത പ്രതിയെ അദ്ദേഹത്തെ പിന്നെ മാപ്പുസാക്ഷിയാക്കുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് BJP-യിലേക്ക് ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നു, അതിനുശേഷം അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. അതിനുശേഷം ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് തികഞ്ഞ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നരവേട്ടയുടെ ഭാഗമാണെന്ന് ഞങ്ങൾ പറയും. 10 വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള UPI-ക്കെതിരെ സമരം ചെയ്തിട്ടുള്ള ആളാണ് അരവിന്ദ് കെജ്രിവാൾ. ഏതാനും കാലങ്ങൾക്ക് മുമ്പ് വരെ കോൺഗ്രസിനെ എതിർത്ത് നിന്നിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഞങ്ങളെ എതിർക്കുന്നവർക്ക് പോലും ഈ രാജ്യത്ത് ജനാധിപത്യപരമായിട്ട് അവകാശങ്ങളുണ്ട്, എതിർക്കാനുള്ള എതിർ ശബ്ദങ്ങൾ ഉയർത്താനുള്ള പൗരാവകാശങ്ങളുണ്ട് എന്ന് പൂർണ്ണ വിശ്വാസമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ കൂടെ നിന്നത്. ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ കുറെ ആളുകളെ അറസ്റ്റ് ചെയ്ത് കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞ പരാതിയിന്മേൽ അറസ്റ്റ് ചെയ്തെന്നൊക്കെ. ഞാൻ അദ്ദേഹത്തോട് ഈ BJP-യുടെ പ്രതിനിധി ഒരു കാര്യം ചോദിക്കുക, നിങ്ങൾ ED എടുത്തിരിക്കുന്ന കേസുകൾ 2014 തൊട്ട് എടുത്തിരിക്കുന്ന കേസുകൾ 10 വർഷം കൊണ്ട് എടുത്ത കേസുകളിൽ 121-ൽ 115 കേസുകളും പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെയാണ്. 95% കേസുകളും ഇതിൽ വന്നിട്ടുള്ള ഈ പ്രതികളാക്കപ്പെട്ട അല്ലെങ്കിൽ അന്വേഷണത്തിന് വിധേയരാക്കപ്പെട്ട ചോദ്യം ചെയ്യലിന് വിധേയരാക്കപ്പെട്ട ആളുകളിൽ 71 പേർ BJP-യിലോ BJP-ക്ക് അനുകൂലമായിട്ടുള്ള ഘടകകക്ഷികളിലേക്കോ ചേക്കേറിയപ്പോൾ അന്വേഷണം ഇല്ലാതാക്കപ്പെടുന്നു. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ പറയേണ്ടത്, അതിന് ഉത്തരം പറയണ്ടേ? അപ്പോൾ നിങ്ങൾ കോൺഗ്രസിന് പരാതി കൊടുക്കുന്ന ഈ 71 ആളുകൾക്കെതിരെ പരാതി കൊടുത്തത് BJP-ആണ്. ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ പരാതി കൊടുത്തത് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ അടക്കം നേതൃത്വത്തിലാണ്. ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസ് നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയത് സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ്. ശാരദ ചിട്ടി ഫണ്ട് കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് അദ്ദേഹം നിങ്ങളുടെ ആസാമിലെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണ നടപടികൾ എന്തായി? അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പല സംസ്ഥാനങ്ങളിലും ഈ അന്വേഷണ ഏജൻസികൾക്ക് 2 നിലപാടാണ്. അത് കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ സംഘപരിവാർ നേതാവായിട്ടുള്ള പിണറായി വിജയൻ അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്. ശരി, മറുപടി പറയൂ ശ്രീ അരുൺകുമാർ. അതാണ് കോൺഗ്രസിന്റെ പൊസിഷൻ. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ കരുവന്നൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഈ വഞ്ചിക്കപ്പെട്ടിട്ടുള്ള അവർ ആയുസ്സുകൊണ്ട് സമ്പാദിച്ച് നിക്ഷേപിച്ച് അവരുടെ ഒരു ആവശ്യത്തിന് എടുക്കാമെന്ന് കരുതി നിക്ഷേപിച്ച തുക എടുക്കാൻ കഴിയാതെ അനർത്ഥങ്ങൾ നേരിട്ട കെടുതികൾ നേരിട്ട മനുഷ്യരുണ്ടല്ലോ, അവർക്കുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട്. അപ്പോൾ ഈ കരുവന്നൂർ വിഷയം സജീവമായി ചർച്ചയാവുന്നു എന്നുള്ളത് അന്വേഷണ ഏജൻസികൾ വരുമോ വരാതിരിക്കുമോ അത് വേറൊരു വിഷയമാണ്. ഈ പറഞ്ഞ കരുവന്നൂർ വിഷയം ചർച്ചയാവുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ്, എന്ത് തരത്തിലുള്ള സന്തോഷമാണ് തരാൻ കഴിയുക? മിസ്റ്റർ അഭിലാഷ്, ഈ കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ വാക്കുകൾ വളരെ സസൂക്ഷ്മം ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ മാതൃഭൂമിയുടെ പ്രേക്ഷകരെല്ലാം അത് കേൾക്കുന്നുണ്ട്. കാരണം മകൻ മരിച്ചാലും കുഴപ്പമില്ല, മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരമ്മ, ആ അമ്മ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെയല്ലേ കോൺഗ്രസിന്റെ നിലപാട്? ഇന്നലെയും മിനിങ്ങാന്നുമെല്ലാം ഈ ആദായ നികുതി വകുപ്പ് കോൺഗ്രസിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയായിരുന്നു. ഞങ്ങൾ CPM-ന്റെ പ്രതിനിധി ദേശീയ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് BJP കളിക്കുന്ന രാഷ്ട്രീയത്തെ തുറന്നു കാണിച്ചു. അവിടെ ഞങ്ങൾ കോൺഗ്രസിനെയോ തൃണമൂൽ കോൺഗ്രസിനെയോ ഒന്നും മാറ്റി നിർത്തിയില്ല. ഞങ്ങളുടെ നിലപാട് സ്ഥായിയായ നിലപാടായിരുന്നു, ഉറച്ച നിലപാടായിരുന്നു. കേരളത്തിൽ അടക്കം ഞങ്ങൾ നേരിട്ട് മത്സരിക്കുമ്പോഴും ഈ കേന്ദ്രം നടത്തുന്ന ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതയെ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഞങ്ങളുടേത്. എന്നാൽ വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് കോൺഗ്രസിന് ഒരു നയം. ഈ കേരളത്തിൽ വരുമ്പോ ഇവിടെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ വേഗതയില്ല, പെട്ടെന്ന് മുഖ്യമന്ത്രി അങ്ങ് പിടിക്കണം എന്നാ പറയണേ. നിങ്ങൾ കുറെ നാളായി ഇത് പറഞ്ഞു തുടങ്ങിയിട്ട്. 2020 ഒക്ടോബർ മാസം മുതൽ ഓരോ കോൺഗ്രസിന്റെ പ്രതിനിധിയും ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ആക്രോശിച്ചതാണ് ഇപ്പൊ പിടിക്കുമെന്ന്. സ്വർണ്ണക്കള്ളക്കടത്ത്, ബിരിയാണി ചെമ്പ്, ഈന്തപ്പഴം, അതുപോലെ തന്നെ ഖുറാന്റെ ഉള്ളിൽ. എന്നിട്ട് എന്തിയെ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിച്ച് ഒന്നും കണ്ടെത്താതെ ഒരു തെളിവുമില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോ കുറ്റപത്രം സമർപ്പിച്ച് കേസ് ക്ലോസ് ചെയ്തു. അത് ഒരു ഒത്തുതീർപ്പിന്റെയും അടിസ്ഥാനത്തിലല്ല. ഞങ്ങൾക്കെതിരെ ഏതെങ്കിലും തെളിവിന്റെ കണികയുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിടുവായിരുന്നു മിസ്റ്റർ.
മോഹൻ ഭഗവത് നാഗ്പൂരിൽ ഈ വിജയദശമി നാളിൽ നടത്തിയ പ്രസംഗത്തിൽ എന്താ പറഞ്ഞ് അവസാനിപ്പിച്ചെന്നറിയുമോ? ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനെയും ഇല്ലാതാക്കിയാൽ മാത്രമേ ഫാസിസ്റ്റ് രാജ്യം ഇവിടെ ഒരു മതരാജ്യം പുലരുകയുള്ളൂ എന്ന് പറഞ്ഞ അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ച് സഖാവ് പിണറായി വിജയന്റെ തലയ്ക്ക് കോടികൾ ഇനാം പ്രഖ്യാപിച്ചത് വർഷങ്ങൾക്ക് മുമ്പ്. നിങ്ങളുടെ ഒരു നേതാവിനും ഒരു കട്ടൻ ചായയുടെ പൈസ പോലും ഇതുവരെ ഒരു RSSകാരും പ്രഖ്യാപിച്ചിട്ടില്ല. നമുക്കറിയാം, ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. ഒരു തെളിവും കണ്ടെത്താത്തതിന് ഞങ്ങളെ അങ്ങ് ആക്രമിച്ച് ഇവിടെ വേഗതയില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നിലപാട് ഈ രാജ്യത്തെ വോട്ടർമാർ സസൂക്ഷ്മം നിരീക്ഷിക്കും, കൃത്യമായി വിലയിരുത്തും. തീവ്ര ഹിന്ദുത്വത്തിനെതിരെ മൃദു ഹിന്ദുത്വമായി നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകളെല്ലാം ഈ കോൺഗ്രസിനെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുന്നതിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾക്ക് ഗുണമാവും. പിന്നെ മോഹൻ കൃത്യമായി അഭിലാഷ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അഭിലാഷ് ചോദിച്ചു കരിവണ്ണൂർ. ഞങ്ങൾ ആ കരിവണ്ണൂർ വിഷയം ഏറ്റവും ഗൗരവത്തോടെ ഈ ചർച്ചകളിൽ അടക്കം നിരവധി ചർച്ചകൾ ചെയ്തതാണല്ലോ. ചില ആളുകൾ അവിടെ അഴിമതി നടത്തി, കൃത്യമായി ഇട്ട ഡിപ്പോസിറ്റ് ദുരുപയോഗം ചെയ്തു. അവിടെ പണം നഷ്ടപ്പെട്ടവരുടെ കൂടെ തന്നെയാണ് ഞങ്ങൾ. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചുകൊണ്ടിരുന്ന 27ഓളം കേസുകളുണ്ട്. ED അന്വേഷിച്ചു, 56 പ്രതികളുടെ കുറ്റപത്രം സമർപ്പിച്ചു. ആ അന്വേഷണം നടക്കുന്നു. ഒരു കുറ്റവാളിയെ പോലും സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചില്ല. പക്ഷേ അവിടെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യത്തിന് നേതൃത്വം കൊടുത്ത അവിടുത്തെ സെക്രട്ടറി അടക്കമുള്ളവരെ മാപ്പ് സാക്ഷിയാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് ആ യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിക്കുന്നത് ED ആണ്. പണ്ട് CBI സിനിമ കാണുമ്പോൾ നമ്മൾ ഡമ്മി ടു ഡമ്മി എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ EDക്ക് മാപ്പ് സാക്ഷിയാണ്. യഥാർത്ഥത്തിലുള്ള പല പ്രതികളെയും പിടിച്ച് മാപ്പ് സാക്ഷിയാക്കുക, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി മാപ്പ് സാക്ഷിയാക്കുക, ഇലക്ട്രൽ ബോണ്ട് മേടിച്ച് മാപ്പ് സാക്ഷിയാക്കുക. ആ പ്രവർത്തനവുമായി ED മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാം തിരിച്ചറിയാനുള്ള ബോധ്യം, കൃത്യമായിട്ടുള്ള രീതി ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇതെല്ലാം ജനങ്ങളോട് സംവദിക്കും. പിന്നെ BJPയുടെ പ്രതിനിധി എന്തൊക്കെയാ പറയണേ? നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വാഷിംഗ് മെഷീൻ പരിപാടി എല്ലാവർക്കും ബോധ്യമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചു ശാരദാ ചിട്ടി കേസ് എന്തായി? ഗുഹവാത്തി ജലവിതരണ പദ്ധതി കേസ് എന്തായി? അതിൽ ആരോപണ വിധേയനായവൻ നിങ്ങളുടെ പാർട്ടിയായി മാറിയപ്പോൾ അതില്ലാതായി. നാരദ ഒളിക്യാമറ കേസ് സുവേന്ദു അധികാരിക്കെതിരെ നിങ്ങൾ 2018 മുതൽ എല്ലാ തെരഞ്ഞെടുപ്പിലും ഉപയോഗിച്ചിരുന്നു. ആദർശ് ഫ്ളാറ്റ് അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2014 മുതൽ മഹാരാഷ്ട്രയിലെ എല്ലാ തെരഞ്ഞെടുപ്പിലും നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായിരുന്നു. ആ അഴിമതി കേസ് എവിടെ പോയി? ലൂയിസ് ബർജർ ജലവിതരണ പദ്ധതി ഗോവയില് ദിഗംബർ കാമത്ത് BJP ആയി മാറിയോടുകൂടി ആ കേസ് ഇല്ലാതായി. മഹാരാഷ്ട്രയിലെ സഹകരണ ബാങ്ക് അഴിമതി, കോടിക്കണക്കിന് രൂപയുടെ അഴിമതി 2019 മുതൽ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായിരുന്നു. അജിത് പവാർ ഇപ്പോൾ എവിടെയാണ്? അതുപോലെ മഹാരാഷ്ട്ര സദൻ നിർമ്മാണം ഗജ്വൻ ഭുജ്വാൽ ഇപ്പോൾ BJP ആയി മാറിയതോടെ ഒരന്വേഷണമില്ല. കള്ളപ്പണവുമായി ബന്ധപ്പെട്ടുണ്ട് നാരായണ റാണെ, പ്രഫുൽ പട്ടേൽ, അതുപോലെ തന്നെ ഭാവന ഗിവിലി, അമരീന്ദർ സിംഗ്, അദ്ദേഹത്തിന്റെ മകൻ പ്രേമ ഖഡു, ഇവരൊക്കെ എവിടെ? ഈ രാജ്യത്ത് കഴിഞ്ഞ 9 കൊല്ലമായി ചർച്ച ചെയ്യപ്പെട്ട അന്വേഷണം ആരംഭിച്ച എല്ലാ ക്രിമിനൽ കേസുകളിലെയും പ്രതികളെ അവർ BJP ആയപ്പോൾ, BJPയുടെ നിലപാട് സ്വീകരിച്ചപ്പോൾ, പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് രാജിവെച്ചപ്പോൾ നിങ്ങൾ വെളുപ്പിച്ചെടുത്തു. ഇതെല്ലാം ഈ രാജ്യത്തെ പ്രബുദ്ധരായ വോട്ടർമാരുടെ മനസ്സിലുണ്ട് മിസ്റ്റർ. ഈ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ കള്ളരാഷ്ട്രീയം കൃത്യമായി അവർ തിരിച്ചറിയും. അതുകൊണ്ട് CPMന് ഒറ്റ നിലപാടേ ഉള്ളൂ. ഈ രാജ്യത്ത് ജനാധിപത്യം പുലരണം, മതനിരപേക്ഷത പുലരണം, ഭരണഘടന സംരക്ഷിക്കപ്പെടണം. ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് കീഴടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. പ്രതിപക്ഷ കക്ഷികളെ വിലക്കെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതുകൊണ്ട് ഏതു തരത്തിലും പരസ്പരം മത്സരിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ തെറ്റായ നിലപാട് BJP സ്വീകരിച്ചാൽ, സംഘപരിവാർ സ്വീകരിച്ചാൽ ഞങ്ങൾ അതിനെ എതിർക്കും. കോൺഗ്രസിനെ കൂട്ട് അതിർത്തി വെച്ചുകൊണ്ട് അപ്പുറത്തൊരു നിലപാട് ഇപ്പുറത്തൊരു നിലപാട് എന്ന രൂപത്തിലല്ല. ഇതിൽ കൂടുതൽ വേട്ടയാടലുകൾ ഞങ്ങൾ മുൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. ഭിത്തിയിലേക്ക് എറിഞ്ഞ റബ്ബർ പന്ത് തിരിച്ചു വരുന്നത് പോലെ വീണ്ടും ഭരണത്തിലേക്ക് തിരിച്ചു വന്ന പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ED കാണിച്ച് വിരട്ടാൻ നിൽക്കേണ്ട, മറ്റ് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കാണിച്ച് വിരട്ടാൻ നിൽക്കേണ്ട. ഒരു അക്കൗണ്ട് തുറക്കാൻ BJPക്ക് കേരളത്തിൽ നടക്കില്ല. ഇവിടെ ഒരു ഒത്തുതീർപ്പുമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെളിവിന്റെ ഒരു കണിക പോലും ഞങ്ങൾക്കെതിരെ കിട്ടാതെ വരുമ്പോ അന്വേഷണം അവസാനിപ്പിച്ചിട്ടുണ്ട്. അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ കോൺഗ്രസ് എത്ര ശ്രമിച്ചാലും ഈ രാജ്യത്തെ ജനങ്ങൾ അത് മനസ്സിലാക്കും. അതിൽ ശ്രീ പത്മനാഭൻ നേരത്തെ ചോദിച്ചല്ലോ, കോൺഗ്രസ് പരാതി കൊടുത്തിട്ട് കോൺഗ്രസ് തന്നെ കെജ്രിവാളിന് വേണ്ടി സമരത്തിന് പോയില്ലേ എന്ന്. അതിനുള്ള മറുപടി ഇപ്പൊ കിട്ടി. നിങ്ങൾ തന്നെ ഏറ്റവും വലിയ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകൾക്കെതിരെയുള്ള കേസൊക്കെ ഇപ്പൊ എന്താ? ഈ കഴിഞ്ഞ ദിവസമാണ് പ്രഫുൽ പട്ടേലിനെതിരെയുള്ള ഏവിയേഷൻ സ്കാമിൽ CBI ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചത്. മിഡിൽ മാനുമായിട്ട് ബന്ധമുണ്ട്, എയർ ഇന്ത്യയുടെ പ്രോഫിറ്റബിൾ റൂട്ട് ഇങ്ങനെ കൈമാറി കൊടുക്കുന്നതിൽ വലിയ കിക്ക് ബാക്സ് കിട്ടിയെന്ന് ഇതേ അന്വേഷണ ഏജൻസിക്ക് വാദമുണ്ടായിരുന്നു. BJP NDA മുന്നണിയിലേക്ക് എത്തിയപ്പോൾ, ആ NCPയുടെ കഷ്ണം എത്തിയപ്പോൾ പ്രഫുൽ പട്ടേൽ വിശുദ്ധനായി മാറി. അജിത് പവാറിന്റെ അത്രയും അഴിമതി ആരോപണം നേരിട്ടുള്ള നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇറിഗേഷൻ സ്കാം അടക്കം ആവിയായിപ്പോയി. എത്ര പേരുകൾ ഇവിടെ ഒരുപാട് പേര് പറഞ്ഞു. സുവേന്ദു അധികാരി, ഹിമന്ത ബിശ്വ ശർമ്മ, ആദർശ് ഫ്ളാറ്റ് കുംഭകോണം, BJPയുടെ മഹാരാഷ്ട്രയിൽ എത്രയോ കാലമായിട്ടുള്ള ഏറ്റവും വലിയ വിഷയമായിട്ട് 2009 മുതൽ ഇങ്ങോട്ട് ഏറ്റവും വലിയ വിഷയമായിട്ട് ഉന്നയിച്ചിരുന്ന ആദർശ് സ്കാമിൽ
അശോക് ചവാൻ ജയിലിൽ കിടക്കില്ല, അത് BJP ചേർന്നു രക്ഷപ്പെട്ടു. ഇവിടെ ഇപ്പൊ വെളപ്പായ സതീശൻ BJP ചേർന്ന് കഴിഞ്ഞാൽ കരുവന്നൂർ കേസ് തീരുവോ? അല്ല, ഇത് ആരോ പണ്ടാരോ പറഞ്ഞിക്ക് ഈ കോൺഗ്രസ്സുകാർ ഞങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടാ കോൺഗ്രസ്സുകാർ ചെയ്യാൻ മെനക്കെടുന്നത്. ഞാൻ ചോദിക്കട്ടെ, അശോക് ചൗഹാൻ BJP ചേർന്നു, അജിത് പവാർ BJP ചേർന്നു, BJPക്ക് ഗുണങ്ങളുണ്ടായി. സുവേന്ദു അധികാരി BJP ചേർന്നു. ഞങ്ങൾ അന്ന് അങ്ങോരെ പിടിച്ചുകൊണ്ട് പോയിട്ട് മമതാ ബാനർജിക്കെതിരെ നന്ദിഗ്രാമിൽ നിർത്തിയിട്ട് മമതാ ബാനർജിയെ തോൽപ്പിച്ചു. കോൺഗ്രസിന് എന്ത് ഗുണമുണ്ടായി? അരവിന്ദ് കെജ്രിവാളിൻ്റെ കൂടെ കൂടിയിട്ട് നിങ്ങൾ റാലി നടത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ഗുണമുണ്ടായി? നിങ്ങളിപ്പോൾ പറയുന്നില്ല ഞങ്ങൾ ഇവരെയൊക്കെ കൂട്ടിയിരുന്നു. ഞങ്ങൾക്ക് ഇവരെ കൊണ്ടൊക്കെ ഗുണമുണ്ടായിരുന്നു കൂട്ടുക. ഞാൻ വാദത്തിന് വേണ്ടി അവരൊക്കെ ഞങ്ങൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതി. ഒരു കഷ്ണ കടലാസ് പോലും നിങ്ങൾക്ക് ഇതുപോലത്തെ കാണിച്ചു തരാൻ പറ്റൂല. പക്ഷേ ഇതിപ്പോൾ വാദത്തിന് വേണ്ടി അങ്ങ് സമ്മതിച്ചു എന്ന് കൂട്ടുക. അവരെ കൊണ്ടൊക്കെ ഞങ്ങൾക്ക് ഗുണമുണ്ടായി എന്ന് കൂട്ടുക. നിങ്ങൾക്ക് എന്ത് ഗുണമുണ്ടായി? നിങ്ങൾ ഈ അരവിന്ദ് കെജ്രിവാളിനെ ചുമന്നുകൊണ്ട് നടന്നിട്ട് എന്ത് ഗുണമുണ്ടായി? നിങ്ങൾക്ക് ഉണ്ടായ ഗുണം ഞാൻ പറഞ്ഞുതരാം. ഈ രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ യാത്രയില്ലേ, ഈ ഭാരത് ജോഡോ യാത്ര, ആ യാത്രാ സമയത്ത് അവരുടെ ജലന്ധർ MP അവിടെ വെച്ചിട്ട് കുഴഞ്ഞു വീണ് മരിച്ചു. അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അത് ആം ആദ്മി പാർട്ടി ജയിച്ചു. ആം ആദ്മി പാർട്ടി അയാളിപ്പോൾ BJP ചേർന്നു. ഈ കോൺഗ്രസ് ഈ ഉറക്കത്ത് കാലൊഴിയാണ്. അഭിലാഷ, ഉറക്കത്ത് കാലൊഴിയാന്ന് നാട്ടിലൊരു ചൊല്ലുണ്ട്. ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല ഈ കേജ്രിവാളിനെ ചുമന്നുകൊണ്ട് നടന്നിട്ട്. അതാണ് ഞങ്ങൾ പരിഹസിക്കുന്നത്. ഞങ്ങൾ വിമർശിക്കുകയല്ല, കോൺഗ്രസിനെ പരിഹസിക്കുകയാണ്. ഇവർ ഈ കേജ്രിവാളിനെ ചുമന്നോട്ട് നടന്നിട്ട് ഡൽഹിയിൽ 7 സീറ്റിൽ സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ മത്സരിക്കുന്ന കോൺഗ്രസ് ഇപ്പം 3 സീറ്റിലെത്തി. കോൺഗ്രസിന് എന്ത് ഗുണം? എന്നിട്ട് ആരെ ജയിച്ചോ? പറഞ്ഞു കേട്ടാൽ തോന്നും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 3 ജയിച്ചു എന്ന്. വോട്ട് ജൂൺ മാസം 4-ാം തീയതി കാണാം. പിന്നെ അരുൺകുമാർ ഇവിടെ കുറേ പ്രസംഗം നടത്തി. അരുൺകുമാർ ഇത്രയൊന്നും ആവേശത്തിൽ മഹാരാഷ്ട്രയും ഗുജറാത്തും രാജസ്ഥാനത്തെ കാര്യമൊന്നും പറയണ്ട. അവിടെയൊന്നും നിങ്ങൾക്കൊരു പഞ്ചായത്ത് വാർഡ് മെമ്പറും കൂടിയില്ല. ഈ വീണ വിജയൻ എന്തിനാ 1,72,00,000 രൂപ വാങ്ങിയതെന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു തരുമോ? ചോദിച്ച പോലെ ആയിക്കോട്ടെ. ഞാൻ ചോദിക്കട്ടെ, മനസ്സിലാവുന്ന ഭാഷ ബോബി കൊട്ടാരക്കര ചോദിച്ച പോലെ ഒന്ന് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞു തരുമോ? ആ 1,71,72,00,000 രൂപ എന്തിനാ വാങ്ങിയെന്ന് ഒന്ന് മനസ്സിലാവുന്ന ഭാഷ അതൊന്ന് പറഞ്ഞതാ. മഹാരാഷ്ട്രയും ഗുജറാത്തും രാജസ്ഥാനൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന്. അതൊക്കെ BJPക്ക് അറിയാതെ രണ്ട്. നിങ്ങൾ ഈ മഹാരാഷ്ട്രയിലെയും രാജസ്ഥാനിലെ കാര്യം പറഞ്ഞപ്പോ എന്താ തിരിച്ച് കേരളത്തിലേക്ക് വന്നേ? ഞാൻ അറിയാൻ പാടില്ല ചോദിക്കാം. നിങ്ങൾ ഇനി വേറൊരു കാര്യം, നിങ്ങൾക്കും കിട്ടിയില്ലേ DMKന്റെ അടുത്ത് 25 കോടി രൂപ? ഈ കണക്കൊന്നും ഞങ്ങളുടെ വാദം സുപ്രീം കോടതിൻ്റെ മേശയിൽ ഇരിക്കുകയാണ്. ആർക്കൊക്കെ പൈസ കൊടുത്തു, ആർക്കൊക്കെ ആരുടെ പൈസയാണ് കിട്ടിയതെന്നുള്ള കണക്ക് അത് ഔദ്യോഗികമായി സുപ്രീം കോടതിയുടെ സുപ്രീം കോടതി അത് തള്ളി വിധി വന്നത് അറിഞ്ഞില്ലേ? ഇനി നിൽക്കട്ടെ, ബഹളം വെക്കല്ലേ പ്ലീസ്, ബഹളം വെക്കല്ലേ പ്ലീസ്. ഇനി അഥവാ നിങ്ങൾ പറയുന്നു അതൊക്കെ പുറത്ത് ഇപ്പോൾ ഈ ഊഹാപോഹങ്ങളൊക്കെ കറക്റ്റാന്ന് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സഖ്യകക്ഷിയല്ലേ ഈ DMK, അവർക്ക് സാന്റിയോഗ മാർട്ടിൻ്റെ കയ്യിൽ നിന്ന് 500 കോടി രൂപ കിട്ടിയില്ലേ? ആ പൈസയിൽ നിന്നല്ലേ 25 കോടി രൂപ നിങ്ങൾക്ക് തന്നത്. പണ്ട് EMS നമ്പൂതിരിപ്പാട് പറയുമായിരുന്നു തൊട്ടവനെ തൊടരുതെന്ന്. BJPയെ തൊടില്ല, BJPയെ തൊട്ടവനെയും തൊടില്ല. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ DMKയെ തൊടാം അല്ലേ? EMSന്റെ സിദ്ധാന്തം പോയി. തൊട്ടവനെ തൊടാൻ പാടില്ല എന്നുള്ള സിദ്ധാന്തം പോയി അല്ലേ? കോൺഗ്രസിനെയും തൊടാം അല്ലേ? കേരളം മുത്തങ്ങ ബോർഡർ കടന്ന കോൺഗ്രസുമായി എല്ലാ സ്ഥലത്തും സഖ്യം. അവർ 1,600 കോടി രൂപ വാങ്ങിയവരാ. ഇത് ഇത്ര മോശപ്പെട്ട സംഗതിയാണെങ്കിൽ അവരും വാങ്ങിയല്ലോ 1,600. അപ്പോൾ അവരെക്കാരിലെ സഖ്യം ഒഴിവാക്കുന്നു. DMK ഇലക്ട്രോണൽ ബോണ്ടിൽ 500 കോടി രൂപ സാന്റിയോഗ മാർട്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ DMKയിലെ സഖ്യം ഒഴിവാക്കി. ഇലക്ട്രോണൽ ബോണ്ട് കൈപ്പറ്റിയ കോൺഗ്രസുമായി സഖ്യം ഒഴിവാക്കുന്നു. നിങ്ങൾ തൊട്ടവനെ തൊടില്ല എന്ന് EMSന്റെ പഴയ സിദ്ധാന്തത്തിലേക്ക് കാണട്ടെ. അതല്ലേ ചൊണ? നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്ക് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ. അതല്ലേ നിങ്ങൾ ഇത് ഇലക്ട്രോൾ ബോണ്ട് വാങ്ങിയവരുമായിട്ട് നാട് മുഴുവൻ സഖ്യം ഉണ്ടാക്കും. അവരെ 25 കോടി രൂപയും വാങ്ങും. നിങ്ങൾ മേടിച്ച കണക്കൊന്ന് പറഞ്ഞാൽ മതി. EDയെ വിട്ട് നിങ്ങൾ മേടിച്ച പണത്തിന്റെ കണക്കൊന്ന് പറയാം. ഞങ്ങളെ കാര്യം ഞങ്ങൾ ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങളോട് പറഞ്ഞോളാം. ജൂൺ 4-ാം തീയതി കാണാം കേട്ടോ. ശരി ഓക്കെ. എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം ഞാൻ മടങ്ങിയെത്താം സമയം പോലെ. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ ജിൻഡോ ജോൺ, ജൂൺ 4-ന് കാണാം എന്ന് പറയുന്നതിനെ അത്ര നിസ്സാരമായി എടുക്കണ്ട. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെത് മാത്രമല്ല, പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം പ്രചരണം വളരെ വളരെ ചെറിയ രീതിയിൽ മാത്രമേ നടക്കുന്നുള്ളൂ. സാമ്പത്തികമായ പ്രതിസന്ധിയുണ്ട്. പിന്നെ നേതാക്കൾ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ
പ്രചരണം നയിക്കേണ്ട മിക്കവാറും നേതാക്കളൊക്കെ അകത്താണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ നടക്കുമെന്നുള്ളത് അറിയില്ല. ഇന്നലെ നിങ്ങളുടെ തന്നെ റാലിയിലെ ഏറ്റവും വലിയ ഒരാവശ്യം ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണം എല്ലാ പാർട്ടികൾക്കും എന്നുള്ളതാണ്. ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ഈ രാജ്യത്തുണ്ടാവണം. അതുപോലെ തന്നെ ഫണ്ട് സ്വതന്ത്രമായി വിനിയോഗിക്കാൻ കഴിയണം. ഇലക്ഷനിൽ എല്ലാ പാർട്ടികൾക്കും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണം. ഇതായിരുന്നല്ലോ ആവശ്യം. സ്വാഭാവികമായും അതിൽ നിന്ന് വിരുദ്ധമായ ഒരു നിലപാട് കേരളത്തിലും നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. ഇതിനൊരു ദേശീയ വിഷയമായി, ഇതൊരു പൊതുവിഷയമായി, ജനാധിപത്യത്തിന്റെ വിഷയമായി കാണാൻ തയ്യാറുണ്ടോ? അല്ല അഭിലാഷ്, ഇത് കരുവന്നൂരിലെ വിഷയത്തിൽ കരുവന്നൂരിൽ ED അന്വേഷണം നടക്കുന്നു, അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്നു. അതിൽ അന്വേഷണത്തിൽ ത്വരിതഗതിയിലല്ല എന്ന് ഞങ്ങൾ ഉറച്ചു നിൽക്കുക കൂടി ചെയ്യുന്ന സാഹചര്യത്തിൽ അതൊരു ദേശീയ വിഷയമാണ്, അതിൻ്റെ പേരിൽ എല്ലാവരും ഒന്നിച്ചു നിന്ന് CPM-ന് പ്രതിരോധം തീർക്കണമെന്ന് പറയുന്നത് എന്ത് ന്യായവും യുക്തിയുമാണ്? അറ്റ്ലീസ്റ്റ് കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകരോടെങ്കിലും നീതി പുലർത്താനുള്ള സാമാന്യ മര്യാദ CPM-ന് ഇല്ലെങ്കിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കേരളത്തിലില്ലേ? ഇത് ഒരു ദേശീയ വിഷയമല്ല, ഇത് ആ പ്രദേശത്തെ സഹകാരികളെ കൊള്ളയടിച്ച വിഷയമാണ്. അതിൽ അന്വേഷണം ഇതുവരെ വേണ്ടത്ര രീതിയിൽ നന്നായിട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആർഗ്യുമെന്റ്. അതുകൊണ്ട് തന്നെ ഇതൊരു ദേശീയ വിഷയമൊന്നുമല്ല. ഇത് CPM-ന്റെ നേതൃത്വത്തിൽ ഒരു സഹകരണ ബാങ്കിലെ ആളുകളെ മുഴുവൻ കൊള്ളയടിച്ച് 10-300 കോടി രൂപ അടിച്ചുകൊണ്ട് പോയ പരിപാടിയിൽ ദേശീയ വിഷയമാകുന്ന എങ്ങനെയാണ്? ഇവിടെ LDF-ന്റെ പ്രതിനിധി പറഞ്ഞൊരു കാര്യമുണ്ട്, കോൺഗ്രസിന് ഓരോ സംസ്ഥാനത്ത് ഓരോ നിലപാടാണെന്ന്. അത് ഈ ഇന്ത്യ മുന്നണിയുടെ പ്രത്യേകത അത് തന്നെയല്ലേ? ഇപ്പൊ തമിഴ്നാട്ടിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ സോണിയാഗാന്ധിയുടെ ഒക്കെ പടം വെച്ചുകൊണ്ടാണ്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ അവിടെ വേറൊരു നിലപാടാണ്. പല സംസ്ഥാനങ്ങളിലും നിങ്ങൾ ഒറ്റയ്ക്കല്ലേ മത്സരിക്കുന്നത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കർണാടകയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല മത്സരിച്ചത്. രാജസ്ഥാനിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്ത CPM-ന്റെ MLA നിങ്ങൾ സസ്പെൻഡ് ചെയ്തില്ലേ? അപ്പോൾ ഓരോ സംസ്ഥാനത്തും സംസ്ഥാന തലത്തിൽ പാർട്ടികൾക്ക് അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട്. ദേശീയ തലത്തിൽ BJP-ക്കെതിരെ പോരാട്ടം നയിക്കുമ്പോൾ തന്നെ നിങ്ങളെടുക്കുന്ന സംസ്ഥാനങ്ങളിലെ നിങ്ങളുടെ നിലപാടുകളും വ്യത്യസ്തമല്ലേ? അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞാൻ കരുവന്നൂരിലേക്ക് തന്നെ തിരിച്ചു വരാം. നമ്മുടെ വിഷയം അതാണല്ലോ, നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറാൻ പാടില്ല. ഈ കരുവന്നൂരിൽ EMS നമ്പൂതിരിപ്പാടിന് ഒളിവിൽ താമസിക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയിലെ വലിയ പോരാട്ടങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിൽ ഒളിവിൽ താമസിക്കാൻ മച്ചിൽ അവസരം ഇടം കൊടുത്ത കുടുംബത്തിലെ ഒരു കുടുംബനാഥന് ഹൈക്കോടതിയിൽ പോയി ദയാവധത്തിന് അപേക്ഷ കൊടുത്തപ്പോഴാണ് അദ്ദേഹത്തിന്റെ പണം തിരിച്ചു കൊടുക്കാൻ ഈ ബാങ്ക് തയ്യാറായത്. ബാങ്ക് ഭരണസമിതി എന്ത് നീതി ന്യായമാണ് നിങ്ങൾ അവിടുത്തെ ആളുകൾക്ക് കൊടുക്കുന്നത്? മരണപ്പെട്ട ആളുകൾ, ചികിത്സ കിട്ടാതെ, വിവാഹം മുടങ്ങിപ്പോയ ആളുകൾ, വീട് പണി നടത്താൻ പറ്റാത്ത ആളുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങിപ്പോയ ആളുകൾ, അവരോട് നിങ്ങൾക്ക് നീതി പുലർത്താൻ സാധിക്കുമോ? അവരോട് നീതി പുലർത്താൻ സാധിക്കണമെങ്കിൽ ആദ്യം അറ്റ്ലീസ്റ്റ് ഒരു മാപ്പ് പറയാനെങ്കിൽ തയ്യാറാണ് പാർട്ടിയുടെ നേതൃത്വത്തിൽ കൊള്ളയടിച്ചതിന്റെ തെറ്റിന്റെ പേരിൽ. ഇനി നിങ്ങൾ പറഞ്ഞ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനെ ഇല്ലാതാക്കുന്നത് വരെ മോഹൻ ഭാഗവത് അഭിലാഷം പൂർത്തിയാകട്ടെ, എനിക്ക് സമയം കുറച്ചേ കിട്ടിയുള്ളൂ. മോഹൻ ഭാഗവത് പറഞ്ഞ ഒന്ന്, അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനെ ഈ രാജ്യത്ത് ഇല്ലാതാക്കാൻ മോഹൻ ഭാഗവത് വിചാരിക്കേണ്ട, പിണറായി വിജയൻ കേരളത്തിൽ വിചാരിച്ചാൽ മതി. അതോടുകൂടി പരിപാടി തീരും. പിന്നെ നിങ്ങൾ സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ, അങ്ങനെ കുറെ ലിസ്റ്റ് ഒക്കെ പറഞ്ഞല്ലോ, കാര്യമൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾ ഈ ലിസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാ. ഇതിലൊക്കെ അന്വേഷണ ഏജൻസികൾ വരുമ്പോൾ എടുക്കുന്ന നിലപാട് നിങ്ങൾ തന്നെ ഓർമ്മിപ്പിക്കുന്നത് നല്ലതാ. എന്തുകൊണ്ടാണ് BJP നയിക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് ഈ നിലപാട് എന്ന്? ഇനി BJP-യുടെ പ്രതിനിധി ചോദിച്ച ഒരു കാര്യത്തോടു കൂടി മറുപടി പറയട്ടെ. കോൺഗ്രസിന് എന്ത് ഗുണം കിട്ടിയിട്ടാണ് ആം ആദ്മി പാർട്ടിയെ കൂടെ കൂട്ടിയെന്ന്? കോൺഗ്രസിന് ഗുണം കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനം, ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ നിലനിന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള മുഴുവൻ പാർട്ടികൾക്കും വേണ്ടിയിട്ട് മനസ്സിലാകില്ല. BJP-ക്ക് മനസ്സിലാകാത്ത അരുൺകുമാർ, ഇപ്പോ ED-യെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തരുത്, ഞങ്ങൾ പോരാടുമെന്നൊക്കെയാണ് പിണറായി വിജയൻ പറയുന്നത്. MV ഗോവിന്ദൻ മാഷും അതൊക്കെ പറഞ്ഞു. ഇപ്പോൾ വളരെ കൊടിയ ക്രമക്കേട് കരുവന്നൂരുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അതിന്റെ ഉത്തരവാദികൾ ഒരു കാരണവശാലും രക്ഷപ്പെട്ടു പോകാനും പാടില്ല. ഇതിപ്പോൾ ED ജനാധിപത്യം, പിന്നെ ഏകാധിപത്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സംഗതിയൊക്കെ കൂടെ അങ്ങോട്ട് തലയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ നിന്ന് ഊരാൻ പറ്റില്ല കേട്ടോ. മിസ്റ്റർ അഭിലാഷ്, ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തികമായിട്ടുള്ള അഴിമതി അത് ഒരു പരിധിവരെ പരിഹരിക്കപ്പെടുകയും ആ ബാങ്ക് പഴയ രൂപത്തിൽ പ്രവർത്തിക്കുകയും പലരുടെയും നിക്ഷേപം തിരിച്ചു കൊടുക്കുകയും പണ്ട് നിക്ഷേപം പിൻവലിക്കാനുണ്ടായിട്ടുള്ള നിബന്ധനകളിൽ ഇളവ് വരുത്തുകയും ചെയ്ത് നല്ല രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ അത്തരത്തിലുള്ള അഴിമതി പാടില്ല. അപ്പോൾ 16,500 ബാങ്ക് ഉണ്ട് കേരളത്തിൽ, അതിൽ 10-20ഓളം ബാങ്കുകൾ ഉണ്ട്. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറയുന്നുണ്ടല്ലോ, അദ്ദേഹം ചർച്ചയിൽ പങ്കെടുക്കുന്ന അങ്കമാലിന്ന ഏറ്റവും അവസാനം ഈ കേരളത്തിൽ ഒരു സഹകരണ ബാങ്ക് അഴിമതി ഏറ്റവും അവസാനം പുറത്തു വന്നത് അങ്കമാലിയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിൽ ആത്മഹത്യ ചെയ്തത് കോൺഗ്രസിന്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവ്. ഒന്ന് ചോദിച്ചു നോക്കിയേ, അതൊക്കെ അങ്ങ് മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ കരുവന്നൂർ പിടിക്കുക. BJP-യുടെ പ്രതിനിധി പറഞ്ഞല്ലോ, നിങ്ങളുടെ സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിന്റെ റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്താണ്? ഞാൻ പറയട്ടെ, ഹൃദയാഘാതം മൂലം മരണപ്പെട്ട ഒരാളെ കുറിച്ചാണ് സംസാരിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ സർക്കാരിന്റെ അവസ്ഥയാണെന്ന് പറയേണ്ടി വരും. നിങ്ങളുടെ സർക്കാരിന്റെ ഡോക്ടർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് അന്വേഷണമായി പുറത്തിറങ്ങിയത് മുഗു ബാങ്കിലാണ് കാസർഗോഡ്. അതായത് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഴിമതികൾ ന്യായീകരിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങൾ അറിയാം. എന്തായാലും
തൃശൂർ ജില്ലാ സെക്രട്ടറിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. വളരെ നന്ദി ശ്രീ ജിൻഡോ ജോൺ, ശ്രീ കെ എസ് അരുൺകുമാർ, ശ്രീ വി പി ശ്രീ പത്മനാഭൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. സൂപ്പർ പ്രൈം ടൈം പൂർണ്ണമാവുന്നു. നമസ്കാരം.